നെടുമങ്ങാട് ഒരു ഗൾഫുകാരന്റെ ഭാര്യ, ഗൾഫിലുള്ള ഒരു സഹോദരന്റെ ഭാര്യ. ഗൾഫുകാരനിൽ നിന്ന് ഞാൻ മോശമായിട്ട് പറയാമെന്ന് ആർക്കും തോന്നരുത്. ആ കഷ്ടപ്പെടുന്ന ഗൾഫിൽ പോയി അധ്വാനിക്കുന്ന സഹോദരങ്ങളോട് 1% പോലും എനിക്ക് അവരോട് ബഹുമാനമല്ലാതെ യാതൊരു തരത്തിലുള്ള അവരോട് അവജ്ഞയോ പുച്ഛമോ ഒന്നും ഉള്ളതുകൊണ്ട് പറയല്ല. ആ ഭാര്യയുടെ ഒരു ബന്ധു നെടുമങ്ങാട്, ആ ബന്ധു ഈ ഗൾഫിൽ നിൽക്കുന്ന സഹോദരന്റെ, ഒമാനിലോ മറ്റോ നിൽക്കുന്ന ആ സഹോദരന്റെ ഭാര്യയുടെ ഒരു ബന്ധു, ആ കുടുംബത്തിലെ ഒരു പെൺകുട്ടി ഈ ബന്ധുവിന്റെ വീട്ടിലെത്തി എന്തോ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിവരം പറയാൻ വേണ്ടിയിട്ട് തൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഈ ബന്ധുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ആ സ്ത്രീ നോക്കുമ്പോൾ തൻ്റെ മൊബൈൽ ഫോണിൽ ബാലൻസ് ഇല്ലാത്തത് കൊണ്ടോ മറ്റോ വിളിക്കാൻ പറ്റിയില്ല. അപ്പൊ തൊട്ടടുത്ത് വീട്ടിലുള്ള ഒരു ഹിന്ദു സഹോദരൻ അവിടെ മുറ്റത്ത് നിൽപ്പുണ്ട്. അവനോട് ചോദിച്ചു, മോനെ ആ മൊബൈൽ ഒന്നും ഇങ്ങോട്ട് തരുമോ, ഞാൻ ഒരു കോള് വിളിച്ചോണ്ടേരാം. അവൻ ഫോൺ കൊടുത്തു. ശ്രദ്ധിക്കണം, അപകടം വരുന്ന വഴി എങ്ങനെയാണെന്ന് ഗൗരവപൂർവ്വം ശ്രദ്ധിക്കണം. അവൻ ഫോൺ കൊടുത്തു. പത്രത്തിലെല്ലാം വന്നതാണ്, ഫോട്ടോ സഹിതം വന്ന വാർത്ത. ഇങ്ങോട്ട് വന്നു എന്ന് എനിക്കറിയില്ല. മാധ്യമമൊക്കെ ഫോട്ടോ സഹിതം വളരെതായിട്ട് ദിവസങ്ങളോളം കൊടുത്ത വാർത്തയാണ്, എല്ലാ പത്രങ്ങളും. അപ്പോ ആ മൊബൈൽ ഫോൺ ഇയാൾ കൊടുത്തു. ഇവർ ആ ഫോണിലൂടെ ആ സ്ത്രീയുമായിട്ട് സംസാരിച്ചു. ഇവൻ അടുത്ത് നിന്നോന് മനസ്സിലായി, സംസാരിക്കുമ്പോൾ പെണ്ണുങ്ങളാണല്ലോ, എന്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വിളിച്ചോടി, എന്തൊക്കെ പറഞ്ഞടി വന്നോടി എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുമല്ലോ. അതിങ്ങനെ സംസാരിക്കുന്ന കേട്ടു. ഒരു 2 മിനിറ്റ് സംസാരിച്ചു, ഫോൺ അങ്ങ് തിരിച്ചു കൊടുത്തു. ഇവന് മനസ്സിലായി ഈ വിളിച്ചിരിക്കുന്നത് ഗൾഫിൽ നിൽക്കുന്ന ഒരാളിന്റെ ഭാര്യയായ സ്ത്രീയാണ് എന്ന് ബോധ്യപ്പെട്ടു. ഇവൻ എന്ത് ചെയ്തു, ആ നമ്പർ ആരും കാണാതെ ഫീഡ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇവൻ പതുക്കെ ആ ഗൾഫുകാരനായ സഹോദരന്റെ ഭാര്യയെ മെല്ലെ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. നെടുമങ്ങാട് നടന്ന സംഭവമാണ്. 1 വട്ടം വിളിച്ചു, 2 വട്ടം വിളിച്ചു, 3 വട്ടം വിളിച്ചു. പിന്നെ അങ്ങനെ വിളിച്ച് മൊബൈലിന്റെ ഒരു പരിപാടി ഇപ്പോൾ അതാണല്ലോ. ആദ്യം ഒരു മിസ് കാൾ ഇങ്ങനെ വരിക, മിസ് കാൾ ഇങ്ങനെ 1 വട്ടം വന്നു, 2 വട്ടം വന്നു. പിന്നെ അങ്ങനെ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ കിസ് കാളാവുന്നു. കുറെ കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റ് കാളാവുന്നു. ഭാര്യയും വേണ്ട, മക്കളും വേണ്ട, ഇട്ടിട്ടങ്ങിക്കാം. ഏത് നിലയിൽ മൊബൈലിലൂടെ ആളെ ആകർഷിക്കണമെന്ന്. കഴിഞ്ഞ റമളാൻ 27 രാവിലെ അൻവാർശ്ശേരിയില് 27 രാവ് ഹയാത്താക്കിക്കൊണ്ടുള്ള പരിപാടി അൻവാർശ്ശേരിയിൽ ഉണ്ടായിരുന്നു. സുബഹി വരെ വാങ്ങും വിവാദത്തും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിച്ചുകൂട്ടി. അത് കഴിഞ്ഞ് അന്ന് രാത്രി കഴിഞ്ഞ് 28 രാവിലെ എനിക്ക് തിരുവനന്തപുരം ജില്ലയിൽ, കൊല്ലം ജില്ലയിൽ, തിരുവനന്തപുരം ജില്ലയിലോ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. ആ പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കൊല്ലത്ത് നമ്മുടെ പാർട്ടി ജില്ലാ പ്രസിഡന്റിന്റെ വീട്ടിൽ വന്നിട്ട് പാതിരാത്രിയായി, വെളുപ്പങ്കാലമായി എത്തി. റമളാൻ തീരാൻ പോകുമായതുകൊണ്ട് തന്നെ ഖുർആനൊക്കെ ഓതിക്കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഫോണിൽ ഇങ്ങനെ ഒരു കോൾ വന്നുകൊണ്ടേയിരിക്കും. ഒരു നമ്പറിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. മിസ് കാൾ ഇങ്ങനെ അടിച്ചടിച്ച് കോൾ വന്നിട്ടേയിരിക്കും. ഞാൻ എടുത്തില്ല. പൊതുവേ ഞാൻ നമ്പർ വന്നാൽ ഫോൺ എടുക്കാറില്ല. ഫീഡ് ചെയ്ത നമ്പറാണെങ്കിൽ മാത്രമേ എടുക്കാറുള്ളൂ. പരിചയമുള്ള നമ്പറാണെങ്കിലേ എടുക്കാറുള്ളൂ. എന്താ കാര്യം എന്നൊക്കെ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെങ്കിലും വെച്ച് ഏതെങ്കിലും ഒരുത്തിനെ കൊണ്ടൊന്ന് വിളിപ്പിച്ചിട്ട് അവനെ കൊണ്ട് എന്തെങ്കിലും ആ സുഖമല്ലേ, വിശേഷമൊന്നുമില്ലല്ലോ, അവസ്ഥ നന്നായിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ അത് വരുന്നുണ്ട്, ഇത് തടിയന്റെ വിട നസീറായിരുന്നു, ഇത് ഷഫാസ് ആയിരുന്നു, ഇതെന്താണ് സർ ഫറാസ് നവാസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് കൊടുക്കാൻ വേണ്ടി ആസൂത്രിത നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപ്പറ്റി ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അവിടെയൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയേണ്ടതൊക്കെ ആ പറയുന്ന സീരിയലിലൊക്കെ ഉണ്ട്. അത് വാങ്ങിച്ച് കേട്ടാൽ മതി. ഇവിടെ ഞാൻ എന്തായാലും അത് പറയുന്നില്ല. അപ്പോ അതുകൊണ്ട് തന്നെ ഞാൻ ഫോണ് എടുക്കാറില്ല. അപ്പൊ ഇതിങ്ങനെ നിരന്തരമായിട്ട് കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റമളാനാണ്, ഈ സമയത്ത് ഇങ്ങനെ പാതിരാത്രിക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണെന്ന് അറിയാന്ന് വെച്ചിട്ട് ഞാൻ അവസാനം ഫോൺ എടുത്തപ്പോ ഒരു സ്ത്രീ ശബ്ദം. ഞാൻ ചോദിച്ചു, ആരാ? ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ്, ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഉസ്താദിനോട്. ഞാൻ ഇന്നലെ അൻവാർശ്ശേരിയിൽ ഉണ്ടായിരുന്നു, ഉസ്താദിന്റെ പ്രസംഗമൊക്കെ കേട്ടു. മൊബൈൽ ഫോണിന്റെ വിപത്തുകളെ പറ്റി ഉസ്താദ് പറയുന്നതൊക്കെ ഞാൻ കേട്ടു. അതുകൊണ്ട് ഞാനൊരു കാര്യം ഒന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ ഭർത്താവ് ഗൾഫിലാണ്, മുസ്ലിയാരാണ്, നല്ല മനുഷ്യനാണ്, മുസ്ലിയാരായിരുന്നു. അദ്ദേഹം എന്ത് വേണമെങ്കിലും ഞങ്ങൾ പറയുന്നതൊക്കെ തരുന്ന, ഭാര്യയും മക്കളെ നന്നായി നോക്കുന്ന മനുഷ്യനാണ്. വളരെയധികം ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ്. ഇതൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ മധുകളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പൊ മൂപ്പർക്ക് എന്തോ വലിയ അസുഖമായി, അതിന് ദുആ ചെയ്യാൻ വേണ്ടി പറയാനാണെന്ന് കരുതി ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അവസാനം പറഞ്ഞു നിർത്തുന്ന എന്താ, അത് പക്ഷേ ഉസ്താദെ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്നെ വേറൊരാൾ കല്യാണം കഴിക്കണമെന്ന് പറയുന്നു. വേറൊരാൾ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ പുറകിന് കൂടിയിരിക്കുക.
ഞാൻ ചോദിച്ചു കുട്ടികളില്ലേ? ഉണ്ട്. എത്ര പേരുണ്ട്? 3 പേരുണ്ട്. മൂത്ത കുട്ടി 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ താഴത്തെ 2 കുട്ടികൾ കണക്കൊക്കെ പറഞ്ഞു. ഇയാൾ എന്നെ ഇങ്ങനെ, ഞാൻ ചോദിച്ചു നീ എന്തായി പറയുന്നേ? നിന്റെ ഭർത്താവ് നല്ല ദീനിയാന്ന് നീ പറയുന്നു, നിസ്കാരമുള്ള ആളാന്ന് പറയുന്നു, അത് അറിവുള്ള ആളാന്ന് പറയുന്നു, നിനക്കെല്ലാ നീ ആവശ്യപ്പെടുന്ന മൊത്തം ചെയ്തു തരുന്ന ആളാന്ന് പറയുന്നു, നിന്റെ മക്കളുടെ കാര്യമൊക്കെ നോക്കുന്ന ആളാന്ന് പറയുന്നു, എന്നിട്ട് വേറൊരുത്തൻ നിന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു എന്ന് നീ പറയുന്നത് തന്നെ നിന്റെ ഉള്ളിൽ കാപട്യത്തിന്റെ അംശമുണ്ട് എന്നതിന്റെ തെളിവല്ലേ? ദീനുള്ള ആ ഒരാൾ, ഇത്രയും നല്ലൊരു ഭർത്താവ് നിനക്ക് ഉണ്ടായിട്ട് അപ്പൊ പറയുന്നുണ്ട് ഉസ്താദെ ഈ വിളിക്കുന്ന ആളും ദീനുള്ള ആളാ, അയാളും ദീനുള്ള ആളാ. അപ്പൊ ഞാൻ ചോദിച്ചു അത് നിനക്ക് എങ്ങനെ അറിയാം? അത് റമദാനിൽ ചൊല്ലേണ്ട ദിക്റുകളും ഖുർആനും ഇബാദത്തും ഒക്കെ അദ്ദേഹമാണ് എൻ്റെ അടുക്ക എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു തരുന്ന എല്ലാ ദിവസവും വിളിച്ചിട്ട്. ഭർത്താവുള്ള കുട്ടികളുള്ള 3 കുട്ടികളുള്ള ഒരു മൂത്ത കുട്ടിക്ക് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു പറയുമ്പോൾ 14 വയസ്സുണ്ടാവും. മൂത്ത കുട്ടിക്ക് 14 വയസ്സുണ്ടെന്നൊരു തള്ള ഏകദേശം ഒരു അരക്കിളവിയായിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആളിനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് വിളിക്കുന്ന ആള് ദീനുള്ള ആളാണ്. അതിന് തെളിവ് എന്താന്ന് ചോദിച്ചപ്പോ ഭർത്താവ് പറയുന്നതിനേക്കാളും നല്ല ദിക്റുകൾ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതാണ് തെളിവ്. അപ്പൊ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ തന്ത്രങ്ങളാണ്, ഓരോരുത്തരെ എങ്ങനെ ആകർഷിക്കണം എന്ന പദ്ധതികളുമായിട്ട് മൊബൈൽ ഫോണുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഈ യുഗത്തിൽ ഇതുപോലുള്ള എത്ര പ്രശ്നങ്ങളാണ് ദിവസേന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എത്ര കാര്യങ്ങൾ. ഇതിനകത്ത് പുരുഷന്മാരുടെ റോള് വളരെ പ്രധാനമാണ്. പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സഹോദരിമാരെ മാത്രം ഈ കാര്യത്തിൽ ഞാൻ കുറ്റം പറയില്ല. തിരുവനന്തപുരം ജില്ലയിലെ ഒരു മഹല്ലിലെ ഇമാമ് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ഇമാമും കൂടി ഒരു ദിവസം ഒരു പ്രസംഗം കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്നു. ആ മഹല്ല് പൊതുവെ ധാർമ്മികമായി കുറച്ച് പിന്നോട്ടുള്ള മഹല്ലാണ്. എത്രത്തോളം എന്നാൽ അവർ പറയുന്നത് നാട്ടിലുള്ള ആളുകള് കുടിക്കുന്ന കള്ളു കുടിച്ചിട്ട് ആ കുപ്പിയൊക്കെ കൊണ്ടുവന്നിട്ട് പള്ളിക്കാട്ടിലെ കബറിനകത്താണ് കൊണ്ടിടുന്നതെന്ന്. മഹല്ലിലെ മുസ്ലിങ്ങളെ കുടിക്കുന്ന കുപ്പിയൊക്കെ കൊണ്ടുവന്നിട്ട് പള്ളിക്കാട്ടിലെ കബറിനാണ് കൊണ്ടിടുന്നത്. അപ്പൊ എത്രത്തോളം അവർക്ക് കബറിനെയൊക്കെ പേടിയുണ്ടെന്ന് നോക്കണം. കബറിൽ കൊണ്ടുവന്നിട്ടാണ് കുപ്പിയൊക്കെ കൊണ്ട് ഉപേക്ഷിക്കുന്നത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞ് ഈ മുസ്ലിയാർ പറഞ്ഞു ഇവിടെ പെണ്ണുങ്ങൾ വളരെ ധാർമ്മികമായി അധപ്പതിച്ചിരിക്കുന്ന അവസ്ഥ പലരും പലരുടെയും കൂടെ ഇറങ്ങി പോവുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഒരു വലിയ സമ്പന്നൻ ലക്ഷാധിപതിയായ ഒരാളുണ്ട്. അയാൾ ഒരു വലിയ കൊട്ടാരം പോലുള്ള വീട് വെച്ചു. ആ വീടിന്റെ ടൈൽസിന്റെ പണിക്ക് വേണ്ടി വന്ന ഒരു ഹിന്ദു ചെറുപ്പക്കാരന്റെ കൂടെ പണി തീർന്നപ്പം വീട്ടിലെ അയാളുടെ ഭാര്യയും കൂടെ അങ്ങ് പോയി. രണ്ടുപേരുടെ അങ്ങ് രക്ഷപ്പെട്ടു. വീട് പണി തീർന്നപ്പോഴത്തേക്ക് മൂപ്പര് ഗൾഫിലാ. 200 പവനിലധികം സ്വർണം ബാങ്കിൽ ഉണ്ടായിരുന്നു, കുറെ പൈസ ഉണ്ടായിരുന്നു, അതും അവൾ എടുത്തോണ്ട് പോയി കളഞ്ഞു. രസകരമായ കാര്യം അതല്ല. കുറെ ദിവസം കഴിഞ്ഞ് ഇയാൾ തിരിച്ചു വന്നു. ഇതൊക്കെ അറിഞ്ഞിട്ട് ഹൃദയം പൊട്ടുന്ന അവസ്ഥയിലുള്ള വാർത്തകൾ കേട്ടിട്ട് ഇയാൾ തിരിച്ചു വന്നു. ഇയാൾ തിരിച്ചു വന്നിട്ട് ഈ സ്ത്രീ ഇയാൾ തിരിച്ചു വന്നു എന്നുള്ള വിവരം അറിഞ്ഞുകൊണ്ട് വീട്ടിൽ വന്നു. ആ സ്വർണ്ണമൊക്കെ ഇങ്ങ് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു ഞാനിങ്ങനെ ഒരു അബദ്ധം കാണിച്ചു, ഒരാടെ കൂടെ പോയി, അപ്പൊ നിങ്ങളുടെ സ്വർണം കൂടെ ഞാൻ എടുത്തുകൊണ്ട് പോയി, നിങ്ങൾ തന്നതാ ഇതൊക്കെ, പിന്നെ എനിക്ക് കുറ്റബോധം തോന്നിയതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നയാ, സ്വർണ്ണം നിങ്ങൾക്ക് അങ്ങ് തന്നേക്കാം, എനിക്ക് നിങ്ങളെ വേണ്ട, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് സ്വർണ്ണമൊക്കെ അവിടെ കൊടുത്തിട്ട് ഉളങ്ങി പോയി. അതുമല്ല രസകരമായ കാര്യം, കുറെ കാലത്തിന് ശേഷം ഇയാൾ വേറൊരു കല്യാണം കഴിച്ചു. അതുമല്ല ക്ലൈമാക്സ് എന്താണെന്നറിയാമോ? ഈ മുസ്ലിയാക്കന്മാരെ അവിടെ ഒരു റാത്തീബിന് വേണ്ടി നേർച്ചയ്ക്ക് വേണ്ടി വിളിച്ചു. ഒരു നേർച്ച നടത്താൻ വേണ്ടി ഇവരെ വിളിച്ചു. ഇവരവിടെ ചെന്ന് വീട്ടിലേക്ക് കയറുമ്പം വീട്ടിലെ കയറുന്ന ഭാഗത്ത് തന്നെ സിറ്റ് ഔട്ടിൽ തന്നെ ഒരു നല്ല ഫോട്ടോ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു വലിയ ഫോട്ടോ, ഒരു സ്ത്രീയുടെ. ഇവരിങ്ങനെ സൂക്ഷിച്ച് ഈ സ്ത്രീയെ നോക്കി, ഈ ഫോട്ടോ. എന്നിട്ട് നിങ്ങൾ അതിന്റെ ഫിഗർ ഒന്നും ചോദിക്കരുത്, മുസ്ലിയാക്കന്മാർ ഇങ്ങനെ സൂക്ഷിച്ച് ഫോട്ടോ നോക്കാൻ പാടുണ്ടോ എന്നൊന്നും ചോദിക്കണ്ട. അപ്പൊ ഫോട്ടോ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി. ഫോട്ടോ നോക്കിയിട്ട് അവര് ചോദിച്ചു, അല്ല ഇത് നിങ്ങളുടെ പോയ ഭാര്യയല്ലേ? ആ പോയ ഭാര്യയുടെ ഇവര് നിങ്ങളെ വിട്ടിട്ട് പോയില്ലേ? പോയി. നിങ്ങൾ വേറെ കല്യാണം കഴിച്ചില്ലേ? കഴിച്ചു. എന്നിട്ടും പിന്നെ നിങ്ങൾ എന്താ ഈ ഫോട്ടോ ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്നേ? അവളെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല ഉസ്താദേ, അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചേക്കാം. ഇവനെയൊക്കെ അടിക്കാൻ പറ്റിയ വടി ഏത് കാട്ടിലാ കിട്ടുക? ഏത് കാട്ടിലെ വടി വെട്ടിയാ ഇവനെയൊക്കെ അടിക്കാൻ പറ്റുക? ഇങ്ങനത്തെ ഷണ്ടന്മാരായ ഭർത്താക്കന്മാര്, പെങ്കൂസന്മാരായ ഭർത്താക്കന്മാർ. പിന്നെ എങ്ങനെയാ ഇവരൊക്കെ ഭാര്യമാരെ നിയന്ത്രിച്ചു നിർത്തുക? എങ്ങനെയാ ഭാര്യമാരെ നിയന്ത്രിച്ചു നിർത്തുക? ഇട്ടിട്ട് മറ്റൊരുത്തവന്റെ കൂടെ പോയി തിരിച്ചു വന്നിട്ട് വന്ന് സ്വർണം കൊണ്ട് എറിഞ്ഞു കൊടുത്തിട്ട് എനിക്ക് നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞ് വീണ്ടും പോയി, എന്നിട്ട് അവളുടെ ഫോട്ടോ വീട്ടിൽ വെച്ച് പൂജിക്കുന്ന ഇവനെയൊക്കെ എന്താ ചെയ്യുക? നടക്കുന്ന കാര്യങ്ങളാ ഇതൊരു ഭാഗത്ത്. മറുഭാഗത്തോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ അക്ഷരാർത്ഥത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ചെറുപ്പക്കാര്
വാടാനപ്പള്ളിയിലെ എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ, അവിടെ ഒരു പ്രസംഗത്തിന് വേണ്ടി എന്നെ വിളിക്കാൻ വന്ന ചെറുപ്പക്കാരുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരൻ, ഗൾഫിൽ ജോലി നോക്കുന്ന പാവപ്പെട്ട സഹോദരനാ. ആ സഹോദരൻ വന്നിട്ട് പ്രസംഗത്തിന് വിളിച്ചിട്ട് എല്ലാവരും അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ വീണ്ടും എന്റെ ബെഡ്റൂമിലേക്ക് തിരിച്ചു കയറി വരികയാ. ഉസ്താദേ, ഒരു കാര്യം പറയാനുണ്ട്. സ്ഥിരമായിട്ട് ഉസ്താദ് പറയാറുള്ള ഒരു വിഷയമാണ് മൊബൈൽ ഫോണിന്റെ അപകടമാണ്. അതേപ്പറ്റി പറയാനാ. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാ, നിസ്കാര തഴമ്പുള്ള ചെറുപ്പക്കാരനാ, കണ്ടാൽ നല്ല സൗന്ദര്യമുള്ള ചെറുപ്പക്കാരനാ, മുഖം ഈമാന്റെ തെളിച്ചമുള്ള ചെറുപ്പക്കാരനാ. ആ പൊന്നുമോൻ എന്റെ അടുക്കൽ പറയുന്നു, ഉസ്താദേ, ഞാൻ രക്തസാക്ഷിയാണ്, മൊബൈലിന്റെ ബലിയാടാണ് ഞാൻ കല്യാണം കഴിച്ച പെണ്ണ്. ഞാൻ കഴിഞ്ഞ അവധിക്ക് വന്നു പോകുമ്പോൾ ഒരു ഫോൺ അവൾക്ക് കൊടുത്തിട്ട് പോയി. ആ ഫോണിലൂടെ, ഞാൻ വളരെ ചുരുക്കി പറയുകയാണ് സഹോദരങ്ങളെ, ആ ഫോണിലൂടെ അവൾ കാമുകന്മാരെ സൃഷ്ടിച്ചു. ആ ഫോണിലൂടെ അവൾ ഒരു അന്യപുരുഷനുമായി ബന്ധം സ്ഥാപിച്ചു. ആ അന്യപുരുഷനുമായിട്ടുള്ള ബന്ധം ശക്തമായി കൊണ്ടിരിക്കുന്നു എന്ന വാർത്ത എന്റെ മാതാപിതാക്കൾ എന്നെ അറിയിച്ചപ്പോൾ ആദ്യം എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം അത്ര ഞാൻ സ്നേഹിക്കുന്ന, ഞങ്ങൾക്ക് രണ്ടാൾക്കും ജീവന് തുല്യമായ ഒരു പൊന്നുമോളും ഉള്ളതാ. വല്ലാത്ത വേദനയോടെ ഞാൻ ഗൾഫിൽ നിന്ന് തിരിച്ചു കയറി വന്നു. ഇവിടെ വന്നപ്പോഴുള്ള അവസ്ഥ എന്താ? അവൾ ആ കാമുകനുമൊത്ത് വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. പക്ഷെ അവളെ കല്യാണം കഴിക്കാൻ ആ പുരുഷന്റെ, ആ ചെറുപ്പക്കാരന്റെ വീട്ടുകാരൊരു ഡിമാൻഡ് വെച്ചു. കല്യാണം കഴിക്കണമെങ്കിൽ കഴിച്ചോ, പക്ഷെ ആ കുട്ടിയെ ഇവിടെ നിർത്താൻ പറ്റൂല എന്ന ഡിമാൻഡ്. അവസാനം കോടതിയെ സമീപിച്ചു. കോടതിയിലൂടെ ഡൈവോഴ്സ് നടന്നു. ആ കോടതിയിൽ നിന്ന് ഈ കുഞ്ഞിനെ അവൾക്ക് കൊണ്ടുപോകണ്ട, അവൾക്ക് വേണ്ട എന്ന് കോടതിയിൽ പറഞ്ഞപ്പോൾ ആ പൊന്നോമന മകളെ എന്റെ മുന്നിൽ വെച്ച് എന്റെ പ്രിയപ്പെട്ട ഉപ്പ പോയിട്ട് കോടതിയിൽ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ വെച്ചിട്ട് ആ മോളെ അവളുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങുമ്പോൾ, അവള് പെറ്റ പൊന്നുമോള്, അവള് പാല് കൊടുത്ത് വളർത്തുന്ന പൊന്നുമോള്, അവള് താലോലിച്ച പൊന്നുമോള്, ആ പൊന്നുമോളെ തിരിച്ചിങ്ങ് വാങ്ങുമ്പോൾ അവളുടെ മുഖത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ല ഉസ്താദേ. അവളുടെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീര് പോലും നിറഞ്ഞില്ല. ആ പ്രിയപ്പെട്ട സഹോദരൻ വേദനയോടെ, പ്രയാസത്തോടെ തന്റെ ജീവിതം മൊത്തം നശിച്ചതിന്റെ ദുഃഖം വിളിച്ചു പറയുകയാ. എത്ര അനുഭവങ്ങളാ സഹോദരങ്ങളെ, എത്ര അനുഭവങ്ങളാ. ഏതാനും ദിവസം മുമ്പ് എറണാകുളത്തെ കലൂര്, ഞാൻ താമസിച്ചു കൊണ്ടിരിക്കുന്ന വീടിന്റെ തൊട്ടപ്പുറത്ത് എല്ലാ നിലയിലും ഇസ്ലാമികമായ ചലനങ്ങളുള്ള നാടാണ്. മഹാനായ മലപ്പുറം ജില്ലക്കാരനായ സയ്യിദ് TSK തങ്ങളവറുകൾ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ ആത്മീയ നേതൃത്വത്തിൽ അക്ഷരാർത്ഥത്തിൽ ആ നാടിനെ നിയന്ത്രിച്ച് നിർത്തുന്ന ആ മഹാനായ പണ്ഡിതൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം കൊടുക്കുന്ന നാടാണ്. പക്ഷെ ആ നാട്ടിലെ ദീനിയായ ചലനങ്ങളുള്ള ആ നാട്ടിൽ പോലും അതിന്റെ ഇടയിലുള്ള കോടീശ്വരനായ ഒരു സഹോദരന്റെ വീട്ടിലെ മോളുടെ കല്യാണമാ. 10 കിലോ കണക്കിന് സ്വർണം വാങ്ങിച്ചു വെച്ചിരിക്കുക. കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുകയാ. പിറ്റേ ദിവസം കല്യാണം നടക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കുക. രാത്രിയിൽ മൈലാഞ്ചിയിട്ട് സ്വർണ്ണാഭരണം അണിയിപ്പിച്ച് മുറിയിലേക്ക് കയറ്റിവിട്ട മോളെ പിന്നെ കാണുന്നില്ല. കുറെ കഴിഞ്ഞപ്പോ മോളെ കാണുന്നില്ല. ഈ തിരക്കിനിടയിൽ മോള് പുറത്ത് കാത്തുനിന്ന മൊബൈൽ കാമുകന്റെ കൂടെ രക്ഷപ്പെട്ടു. മൊബൈൽ കാമുകന്മാർ എത്ര മൊബൈൽ കാമുകന്മാരെയാ നമ്മൾ കാണുന്നത്. ഇതൊക്കെ വരുന്നതോ, ഇതൊക്കെ പ്രശ്നമായിട്ട് അവസാനം കോടതി വന്നതിനുള്ള അവസ്ഥ എന്താ? സൂഫിയാടെ ജാമ്യാപേക്ഷ, മുൻകൂർ ജാമ്യാപേക്ഷ വന്ന ഒരു ജഡ്ജി ഉണ്ട്, ശങ്കരൻ. മൂപ്പരിപ്പോഴും തെങ്ങി തന്നെ ഇറങ്ങിയിട്ടില്ല. മൂപ്പരെ മുമ്പിലാ വന്നേ ഒരേ ആഴ്ചയിൽ വന്ന 2 കേസിൽ പറഞ്ഞ വ്യത്യസ്തമായ വിധി. നിങ്ങൾ അറിയണം, കോടതികളെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എന്താ, പഠിച്ചോന്റെ കോടതി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഹൈക്കോടതിയാണെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളല്ലേ നമ്മളൊക്കെ. അറിയണം, പത്തനംതിട്ടയിലുള്ള ഒരു ഹിന്ദുവായ പെൺകുട്ടി ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി, ഇസ്ലാമിനെ കുറിച്ച് ബോധ്യപ്പെട്ടു, ഇസ്ലാം ഉൾക്കൊണ്ടു, ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് ആ പെൺകുട്ടിയെ ഒരു പുരുഷൻ കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ചതിന്റെ പേരിൽ വിഷയമുണ്ടായിട്ട് ആ പെണ്ണും ചെറുക്കനും കൂടി ഹൈക്കോടതിയിൽ വന്നപ്പോൾ പുതിയാപ്പിളയുടെ വക്കീല് പറഞ്ഞു, ഒരു കാരണവശാലും ഈ പെൺകുട്ടിയെ മാതാപിതാക്കളുടെ കൂടെ വിടരുത്, ഇയാളുടെ കൂടെ വിടണം. പ്രായപൂർത്തിയായവരാ, രജിസ്റ്റർ മാരേജ് നടത്തിയവരാ, മതപരമായ വിവാഹം നടത്തിയവരാ, സ്വന്തം ഇഷ്ടപ്രകാരം മതമാറ്റം നടത്തിയത് ആ പെൺകുട്ടി. അതുകൊണ്ട് ആ പെൺകുട്ടിയെ ഭർത്താവിന്റെ കൂടെ വിടണം. ബഹുമാനപ്പെട്ടു പോയ കോടതി പറഞ്ഞു പറ്റൂല. പെണ്ണിന്റെ അച്ഛന്റെ അമ്മയുടെയും വക്കീല് പറഞ്ഞു അവരെ കൂടെ വിടണമെന്ന്. കോടതി പറഞ്ഞു അങ്ങോട്ട് പോകാൻ പറഞ്ഞു. കുറച്ചാൾ അവിടെ പോയി നിൽക്കട്ടെ, പിന്നെ ആലോചിക്കാന്ന് പറഞ്ഞു. അതേ ബെഞ്ചിൽ ഒരാഴ്ചക്കുള്ളിൽ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് ചേലക്കുളത്തുനിന്ന് ഒരു ഹിന്ദു ചെറുപ്പക്കാരന്റെ കൂടെ ഓടിപ്പോയ പെൺകുട്ടി, മുസ്ലിം പെൺകുട്ടി,
അവളെ കോടതിയിൽ കൊണ്ടുവന്നു. ഹേബിയസ് കോർപ്പസ് ഇട്ടതനുസരിച്ച് അവള് കോടതിയിൽ വന്നപ്പോ നെറ്റിയിൽ പൊട്ടൊക്കെ ഇട്ട് മുടിയൊക്കെ അഴിച്ചിട്ട് ചുരിദാറും ഒക്കെ ഇട്ട് വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കോടതിയിൽ വന്നിട്ട് കുറച്ചു ദിവസം മുമ്പ് വരെ തലയിൽ തട്ടമൊക്കെ ഇട്ട് നിസ്കരിച്ച് ഒക്കെ നടന്ന പെൺകുട്ടിയായിരുന്നു. ഇങ്ങനെയാണ് വന്നത്. ഇങ്ങനെ വന്നപ്പോൾ ആ പെണ്ണിന്റെ മാതാപിതാക്കളുടെ വക്കീൽ കാല് പിടിച്ചു പറഞ്ഞു, ഒരു ദിവസമെങ്കിലും മാതാപിതാക്കളുടെ കൂടെ ഈ കുട്ടിയെ വിടണം. വിട്ടില്ല. ആ ചെറുപ്പക്കാരന്റെ കൂടെ വിട്ടു. ഒരേ കോടതി ഒരേ ആഴ്ചയിൽ നടത്തിയ 2 തീരുമാനങ്ങളാണ്, 2 ജഡ്ജിമെന്റാ. ഒന്ന് വിടാൻ വേണ്ടി തന്റെ മാതാപിതാക്കളുടെ കൂടെ വിടരുത്, രജിസ്റ്റർ മാരേജ് കഴിച്ചു, സ്വന്തം ഇഷ്ടപ്രകാരം മതം മാറിയിട്ടാ കല്യാണം കഴിച്ചത് എന്നൊക്കെ തെളിവുകൾ രേഖപ്പെടുത്തിയിട്ടും സമ്മതിച്ചില്ല. മാതാപിതാക്കളുടെ കൂടെ വിട്ടു. അതേ കോടതി അതേ ജഡ്ജി ഇപ്പുറത്ത് മുസ്ലിമായ പെൺകുട്ടി, അവൾ പോയി ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോ അവള് വേഷവും രൂപമൊക്കെ മാറിയിട്ട് നിൽക്കുന്ന അവളെ ഒരു ദിവസം ഒന്ന് മാതാപിതാക്കളുടെ കൂടെ വിടാൻ പറഞ്ഞിട്ട് വിട്ടില്ല. പോരെ നമ്മുടെ ബഹുമാനപ്പെട്ട കോടതികളുടെ നീതിബോധം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ ഇങ്ങനെ ദിനേന എന്നവണ്ണം പ്രിയപ്പെട്ട മുസ്ലിം സഹോദരിമാർ മൊബൈലിലൂടെ സൃഷ്ടിക്കുന്ന കാമുകന്മാരോടൊപ്പം പോയിക്കൊണ്ടിരിക്കുക. എത്ര സംഭവങ്ങളായി ഇങ്ങനെ നടക്കുന്നത്. ഇതിന്റെ കൂട്ടത്തിലാ നേരത്തെ പറഞ്ഞ നെടുമങ്ങാട്. ഇവൻ ഇവിടുന്ന് ഇങ്ങനെ ഈ നമ്പർ ഫീഡ് ചെയ്തു. എന്നിട്ട് ഈ സ്ത്രീ അങ്ങോട്ട് പതുക്കെ വിളിക്കാൻ തുടങ്ങി. 1 വട്ടം വിളിച്ചു, 2 വട്ടം വിളിച്ചു, 3 വട്ടം വിളിച്ചു. പിന്നെ വീട്ടിലെത്തി പോയി നിത്യ സന്ദർശകനായി. അവസാനം ഗൾഫിൽ നിന്നുകൊണ്ട് രക്തം വിയർപ്പു തുള്ളികളാക്കി പണിയെടുത്ത് കഷ്ടപ്പെടുത്ത് പൈസ അയച്ചു കൊടുക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവ് ആ പൈസ കൊണ്ട് മൊബൈലിൽ റീചാർജ് ചെയ്തും ആ പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങി സൂക്ഷിച്ചും കാമുകനെ വീട്ടിൽ താമസിപ്പിക്കാൻ തുടങ്ങി. 14 വയസ്സുള്ള പൊന്നുമോള്, മദ്രസയിൽ പഠിക്കുന്ന പൊന്നുമോള്, 6ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുന്ന, 8ാം ക്ലാസ്സിൽ സ്കൂളിലും പഠിക്കുന്ന പൊന്നുമോള് പറഞ്ഞു, ഇത് ഞാൻ ഉപ്പാടെടുത്ത് പറയും, ഉപ്പായെ ഞാൻ അറിയിക്കും, ഏത് വിധേനെ ഞാൻ ഈ വിവരം ഉപ്പാടെടുത്ത് അറിയിക്കും. അതുകൊണ്ട് ഒന്നുകിൽ ഉമ്മ ഇതിൽ നിന്ന് പിന്മാറണം, അല്ലെങ്കിൽ പാവപ്പെട്ട ഉപ്പായെ വെറുതെ വിടണം. ഉപ്പ അധ്വാനിക്കുന്ന പൈസ കൊണ്ട് ഉമ്മ ഇങ്ങനെ കാണിക്കുന്ന അനുവദിക്കാൻ പറ്റൂല എന്ന് പല പ്രാവശ്യം പറഞ്ഞു. അവസാനം കാമുകനെ വീട്ടിൽ വിളിച്ച് ദിവസങ്ങളോളം വീടിന്റെ തട്ടിൽ മച്ചിൽ താമസിപ്പിച്ച് മകൾ അറിയാതെ കുറെ 2 ദിവസം കഴിഞ്ഞപ്പോൾ മകൾ അറിഞ്ഞു മേളിൽ ആളുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മകള് പറഞ്ഞു, ഏത് വിധേനയും ഞാൻ ഉപ്പാന്റെ നമ്പറിൽ വിളിച്ചു പറയുമെന്ന് ശക്തമായി പറഞ്ഞപ്പോൾ ആ പാവപ്പെട്ട പെൺകുട്ടി, ആ പൊന്നുമോളെ, മദ്രസയിൽ പഠിക്കുന്ന, കണ്ടാൽ ഓമനത്തം തുളുമ്പുന്ന മുഖമുള്ള ആ പൊന്നുമോളെ കാമുകനുമായി ചട്ടം കെട്ടിയിട്ട്, കഴിഞ്ഞ മാസം നടന്ന കാര്യമക്കളെ പറയുന്നത്, കാമുകനുമായി ചട്ടം കെട്ടിയിട്ട് കാമുകനെ കൊണ്ട് റെഡിയാക്കി ഇരുത്തിയിട്ട് ആ പ്രിയപ്പെട്ട മകൾ രാത്രിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഉമ്മ ഇറങ്ങി പോവുകയാണ്. ഇളയ മകൾ അപ്പുറത്തിരുന്ന് പഠിക്കുന്നു, മൂത്ത മകൾ ഇപ്പുറത്തെ റൂമിലിരുന്ന് പഠിക്കുന്നു. ഇപ്പുറത്തെ റൂമിലിരുന്ന് പഠിക്കുന്ന മൂത്ത മകൾ കാണാതെ മച്ചിൽ നിന്ന് ഈ പറയുന്ന കാമുകൻ ഇറങ്ങി വന്ന് ആ പൊന്നുമോള് പഠിച്ചുകൊണ്ടിരുന്നതിന്റെ പിറകു ഭാഗത്ത് വന്ന് ഷാളിട്ട് അവളുടെ കഴുത്തൊരൊറ്റ മുറുക്ക്, ശ്വാസം മുട്ടി മരിച്ച ആ പൊന്നുമോളെ ആ ജനലിൽ തന്നെ തൂങ്ങിച്ചത്തതുപോലെ കെട്ടിത്തൂക്കിയിട്ടിട്ട് അവൻ പുറത്തു പോവുകയാണ്. കുറെ കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് വരുന്നു എന്ന് അഭിനയിച്ചു വന്ന തള്ള അത്ഭുതകരമായി ബഹളം ഉണ്ടാക്കി, എല്ലാരെയും വിളിച്ചുകൂട്ടി. എന്റെ മോൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. ആദ്യത്തെ ദിവസം കഴിഞ്ഞു, 2ാമത്തെ ദിവസം കഴിഞ്ഞു. ഇത് ആത്മഹത്യയല്ല എന്ന് കാല് തറയിൽ തട്ടിക്കൊണ്ട് മുട്ടുകാലിൽ കിടന്ന് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന കുട്ടി തൂങ്ങിച്ചത്തതല്ല എന്ന് എല്ലാവരും നാട്ടുകാർ പറയുന്നു. പക്ഷെ ആർക്കും എന്താ നടന്നതെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഈ കുട്ടിയുടെ കൂട്ടുകാരിയായ മറ്റൊരു കുട്ടി അതിന്റെ കൂട്ടുകാരോട് പറയുന്നു, അവളുടെ ഉമ്മായിക്ക് ചില മോശമായ ബന്ധങ്ങളുണ്ടെന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളുടെ വീട്ടിൽ ഇന്നാൾ വരാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. ഇതറിഞ്ഞ നാട്ടുകാര് വീട്ടിൽ കയറി കംപ്ലീറ്റ് സെർച്ച് ചെയ്യുന്നു. അവര് നോക്കുമ്പോൾ തറയിലൊന്നും ഒന്നുമില്ല. തട്ടിന്റെ മേൽ കയറി നോക്കുമ്പോൾ സിഗരറ്റ് വലിച്ചതിന്റെ കുറ്റി, കിടക്കാൻ വേണ്ടിയിട്ടിരുന്ന പായയ്ക്ക് പകരം ഉപയോഗിച്ചിരുന്ന പേപ്പർ, മൊബൈൽ റീചാർജ് ചെയ്യാൻ ഉപയോഗിച്ച കൂപ്പൺ, ഇതെല്ലാം അവിടെ നിന്ന് കണ്ടുപിടിച്ചു. അവസാനം ആളെ പിടിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ ഈ പറഞ്ഞ കാമുകൻ ആത്മഹത്യ ചെയ്തു, തള്ളയെ അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു, ഇപ്പോൾ ജയിലിൽ കിടക്കുന്നു. ഇത് മാത്രമാണോ? ഞാൻ ഇന്ന് രാവിലെ ഉറക്കമുണർന്നപ്പോൾ ഇന്നലത്തെ പാർട്ടി സമ്മേളനം കഴിഞ്ഞ് വന്ന് രാത്രിയിൽ ഒരുപാട് ക്ഷീണിച്ചിട്ട് കിടന്ന് സുബഹി നിസ്കരിച്ചിട്ട് ഒരൽപ്പം മയങ്ങി. മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ഒരു ചെറുപ്പക്കാരന്റെ ഫോൺ വരുന്നു. എന്താ പറയുന്നത്? ഉസ്താദേ, പ്രസംഗിക്കാൻ എനിക്ക് പരിചയമുള്ള ആളാണ്, ബന്ധമുള്ള ആളാണ്,
ഇന്ന് പ്രസംഗിക്കാൻ പോകുന്ന സ്ഥലത്ത് വളരെ ഗൗരവമായി പറയേണ്ട ഒരു വിഷയമാണ്. മൊബൈൽ ഫോൺ സഹോദരിമാരെ മാത്രമല്ല അപകടത്തിലാക്കുന്നത്. സഹോദരിമാർക്ക് ചിലർക്ക് മൊബൈൽ ഫോണിലൂടെ അവിഹിതമായ ബന്ധങ്ങളും കോണ്ടാക്റ്റുകളും ഉണ്ടാകുന്നത് പോലെ ചെറുപ്പക്കാര് നിരവധി പേര് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവര് മൊബൈൽ ഫോണിൽ മെമ്മറി കാർഡുകൾ വാങ്ങിയിട്ടുകൊണ്ട് സെക്സ് നിറഞ്ഞ ചിത്രങ്ങൾ കാണുന്നതില് യാതൊരു മടിയുമില്ലാതെ ചെറുപ്പക്കാർ ഇന്ന് അതൊരു സ്ഥിരം ഹരമായി മാറിയിരിക്കുകയാ, അവരുടെ ദൗർബല്യമായി മാറിയിരിക്കുകയാ. അപകടകരമായ അവസ്ഥയിലേക്കാണ് ഈ മൊബൈൽ ഫോൺ എത്തുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാ, ഈ മൊബൈൽ ഫോണിലൂടെ അവിഹിത ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന ഏതെങ്കിലും സഹോദരിമാരുണ്ടെങ്കിൽ, തെറ്റായ വഴിയിലേക്ക് മൊബൈൽ ഫോണിലൂടെ സംസാരിക്കുന്ന സഹോദരിമാരുണ്ടെങ്കിൽ, ദിവസത്തിന്റെ സായം സന്ധ്യകളിൽ മഗ്രിബിന്റെ ബാങ്കൊലി മുഴങ്ങുമ്പോൾ അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാൻ നിസ്കാരപ്പായയിലേക്ക് പോകേണ്ടതിനു പകരം ഏഷ്യാനെറ്റിന്റെ മുന്നിലിരുന്ന്, മനോരമ ടിവിയുടെ മുന്നിലിരുന്ന്, ജീവൻ ടിവിയുടെ മുന്നിലിരുന്ന്, ജയ്ഹിന്ദിന്റെ മുന്നിലിരുന്ന് ചാനലുകൾ മാറി മാറി അടിച്ചിട്ട് ആ ചാനലുകളിലൂടെ മാറി മാറി വരുന്ന സീരിയലുകളിൽ ഭ്രാന്ത് പിടിച്ച് ആ സീരിയലുകൾക്ക് അടിമപ്പെട്ടു പോയ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, അപകടകരമായി TV ഭ്രമത്തിൽ നിന്ന്, ഈ ഭ്രാന്തിൽ നിന്ന് പിന്മാറാൻ എന്റെ ഉമ്മമാര് തയ്യാറാകണം, എന്റെ പെങ്ങന്മാര് തയ്യാറാകണം. മഹദി ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ സ്വർഗത്തിലെ നായികയായിട്ട് സ്വർഗത്തിലേക്ക് മുഅ്മിനത്തുകളായ സ്ത്രീകളെ കൈപിടിച്ചു കൊണ്ടുപോകുമ്പോൾ, ആ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ പിറകില് സ്വർഗത്തിന്റെ സോപാനങ്ങളിലേക്ക് പോകാനുള്ള ഭാഗ്യം എന്റെ ഉമ്മമാർക്ക് വേണ്ടേ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് വേണ്ടേ. മഹാനായ അലിയാർ തങ്ങൾ വന്നിട്ട് ചോദിക്കുക മണിയറയിൽ വെച്ചിട്ട്, എന്താ ഫാത്തിമ, എന്താ ഫാത്തിമ, എനിക്ക് പൊക്കം കുറഞ്ഞവനായി പോയത് കൊണ്ടാണോ, എനിക്ക് സമ്പത്തില്ലാത്തവനായി പോയത് കൊണ്ടാണോ, എനിക്ക് സൗന്ദര്യം കുറഞ്ഞവനായി പോയത് കൊണ്ടാണോ, അള്ളാന്റെ റസൂലിന്റെ പൊന്നാര മോളായ നിനക്ക് ഈ നാട്ടിലെ ഏറ്റവും നല്ല സമ്പന്നനെ കല്യാണം കഴിക്കാൻ കഴിയുമായിരുന്നു, ഏറ്റവും വലിയ സൗന്ദര്യവാനെ കല്യാണം കഴിക്കാൻ കഴിയുമായിരുന്നു, ഏറ്റവും നല്ല കുടുംബത്തിലുള്ളവനെ കല്യാണം കഴിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഈ അലിയെ കല്യാണം കഴിച്ചത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ ഫാത്തിമ നീ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി, ഈ തൂവക്കാട്ടെ പരിസര പ്രദേശത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ വാരിയല്ലുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന്റെ അന്തരംഗത്ത് 1000 വട്ടം ിട്ട് കുറിച്ചിടേണ്ട മറുപടിയാണ് പറഞ്ഞത്. എന്താണ് ആ മറുപടി പറഞ്ഞതെന്നറിയോ? മഹദി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി, അലിയാർ തങ്ങളോട് പറഞ്ഞ മറുപടി, അലിയേ നിങ്ങൾ ഇങ്ങനെ പറയല്ലേ, വാളിന്റെ വൈത്തല കൊണ്ട് വീരേതിഹാസം സൃഷ്ടിക്കുന്ന അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു, അങ്ങയെപ്പോലെ ധീരനായ ഒരു ഭർത്താവിനെ കിട്ടിയതിൽ ഞാൻ അഭിമാനിക്കുന്നു. അങ്ങയുടെ സമ്പത്തിന്റെ കാര്യമോ, അങ്ങയുടെ സൗന്ദര്യത്തിന്റെ കാര്യമോ ഇതൊന്നുമല്ല എന്നെ ഇവിടെ കരയിപ്പിച്ചത്. പിന്നെയോ, ഞാൻ ഈ മണിയറയിൽ അല്പസമയം ഒറ്റയ്ക്കിരുന്നപ്പോൾ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും ഞാൻ ഇങ്ങനെ ഏകാന്തയായിട്ടിരിക്കേണ്ടി വന്നിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഖദീജ എന്നെ താലോലിക്കാനുണ്ടായിരുന്നു. എന്റെ ഉമ്മയുടെ എല്ലാ തരത്തിലുള്ള താലോലിപ്പും ലാളനയും കിട്ടി വളർന്നു വന്നവളാ ഞാൻ. എന്റെ ഉമ്മ എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്തവളാ, എന്നെ ഒരുപാട് ലാളിച്ചവളാ. എന്റെ പ്രിയപ്പെട്ട മാതാവ് മരണപ്പെട്ടപ്പോൾ ഞാൻ ഇനി ഒറ്റയ്ക്കായി പോകുമോ എന്ന് ഞാൻ ഭയന്നിരുന്നു. പക്ഷേ എന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ വേർപാടിന്റെ വേദന എന്നെ അറിയിക്കാതെ എല്ലാ തിരക്കിനിടയിലും എല്ലാ വിഷമങ്ങൾക്കിടയിലും എന്റെ അഭിവന്ദ്യനായ പിതാവ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ വേദന അറിയിപ്പിക്കാതെ, എന്നെ വിഷമം അറിയിപ്പിക്കാതെ, എന്നെ ദുഃഖം അറിയിപ്പിക്കാതെ, എന്നെ സമാധാനിപ്പിച്ചുകൊണ്ട്, എന്നെ എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ട് എന്റെ മാതാവിന്റെ വേർപാടിന്റെ വേദന എന്റെ മനസ്സിൽ ഒരു നേരിയ അസ്വസ്ഥത പോലും സൃഷ്ടിപ്പിക്കാതിരിക്കാൻ എന്റെ പ്രിയപ്പെട്ട പിതാവ് ശ്രമിച്ചിട്ടുണ്ട്. ആ പിതാവിന്റെ കരവലയത്തിൽ ഞാൻ എപ്പോഴും സുരക്ഷിതയാണെന്ന തോന്നൽ എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഒരു അല്പസമയം ഈ മണിയറയിൽ ഞാൻ ഏകാന്തയായിട്ടിരുന്നപ്പോൾ ആ നിമിഷം ഞാൻ ഒറ്റപ്പെട്ടു പോയോ എന്ന ചിന്ത എന്റെ മനസ്സിനെ അലട്ടാൻ തുടങ്ങി. എന്റെ പിതാവിന്റെയും മാതാവിന്റെയും ഒക്കെ അടുത്ത് നിന്ന് എന്റെ മരണപ്പെട്ടു പോയ മാതാവ്, എന്റെ പ്രിയപ്പെട്ട ജീവിച്ചിരിക്കുന്ന പിതാവ്, രണ്ടുപേരും എന്നിൽ നിന്നില്ലാത്ത ഒരവസ്ഥയിൽ ഒറ്റയ്ക്ക് ഞാൻ ഈ മണിയറയിലിരിക്കുമ്പോൾ എന്റെ
എന്റെ മനസ്സൊരല്പസമയം ഞാൻ ഏകയായി പോയോ എന്ന ചിന്ത എന്നെ അലട്ടാൻ തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും എന്റെ മനോമുഖരത്തിൽ ധൈര്യത്തിന്റെ കാറ്റടിച്ചു വീശി ഈ നാട്ടിൽ ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോകുന്ന ഈ നാട്ടിലെ ഏറ്റവും ധീരനായ വീരനായ വില്ലാളി വീരനായ ധൈര്യവാനായ യോദ്ധാവായ അലി എന്ന ചെറുപ്പക്കാരൻ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണല്ലോ. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവായ അലി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണല്ലോ എന്ന സമാധാനം എന്നെ സന്തോഷിപ്പിച്ചു. ആ ചിന്ത എന്നെ സമാധാനിപ്പിച്ചു. പക്ഷെ അടുത്ത നിമിഷത്തിൽ ഞാൻ വീണ്ടും അസ്വസ്ഥയായി പോയി. ഈ മണിയറയിലും എനിക്ക് കൂടെ ആളുണ്ട്, ഇവിടെയും എന്നെ സമാധാനിപ്പിക്കാൻ അലി വരുന്നുണ്ട്. പക്ഷേ നാളെ ഞാൻ ആരും സഹായിക്കാനില്ലാത്ത ഖബറിന്റെ ഏകാന്തതയിലേക്ക് എന്നെ കൊണ്ടുവെക്കുമ്പോൾ ആ ഖബറിൽ എന്റെ കൂടെ എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഖദീജ ഉണ്ടാകില്ലല്ലോ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകില്ലല്ലോ. ആ ഖബറിന്റെ ഏകാന്തതയിൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അലിയുടെ സുരക്ഷിതമായ കരവലയത്തിൽ എനിക്ക് ഇരിക്കാൻ കഴിയില്ലല്ലോ. ആ ഖബറിൽ ഞാൻ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരുമല്ലോ എന്ന് അല്പസമയം ഈ മണിയറയിൽ ഞാൻ ഒറ്റയ്ക്കിരുന്നപ്പോൾ ആ ഖബറിന്റെ ഏകാന്തതയെ പറ്റി ഞാൻ ചിന്തിച്ചു പോയി. ഖബറിൽ ഞാൻ ഒറ്റയ്ക്കിരിക്കേണ്ടി വരുന്ന അവസ്ഥയെ പറ്റി ചിന്തിച്ചു പോയി. ആരും സഹായിക്കാനില്ലാത്ത ഖബറിന്റെ ഏകാന്തത എന്നെ അസ്വസ്ഥമാക്കി. ആ ഖബറിനെ ഓർത്താണ് അലിയേ ഞാൻ കരഞ്ഞു പോയത്. ഖബറിനെ ഓർത്താണ്, ആ ഖബറിന്റെ ഏകാന്തത ഓർത്താണ് ഞാൻ കരഞ്ഞു പോയത്. ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മൊബൈലുകളിൽ കൂടി കാമുകന്മാരെ സൃഷ്ടിക്കുന്ന അത്യന്താധുനിക യുഗത്തിലെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, ടിവി ചാനലുകളിൽ സീരിയലുകൾ കണ്ടാലല്ലാതെ ഉറക്കം വരാത്ത പ്രിയപ്പെട്ട പെങ്ങന്മാരെ, അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ നാദം കേൾക്കുമ്പോൾ, പരിശുദ്ധമായ ബാങ്കിന്റെ നാദം കേൾക്കുമ്പോൾ നമസ്കാരപ്പായയിലേക്ക് പോകേണ്ടതിന് പകരം ബാങ്കിന്റെ സമയം കണക്ക് കൂട്ടി വെച്ചിട്ട് ഓരോ സീരിയലുകൾ ആരംഭിക്കാൻ പോകുന്ന സമയം കണക്ക് കൂട്ടി വെച്ച് ടിവിയുടെ മുന്നിലേക്ക് പോയിരിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങന്മാരെ, അതുപോലെ ഏതെങ്കിലും ഒരു കൊച്ചു പ്രശ്നമുണ്ടായാൽ, ഏതെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായാൽ, വീട്ടിലെങ്ങാനും ഒരു കോഴി മുട്ടയിടാതായി പോയാൽ, ഒരാടിനൊരൽപ്പം പാല് കുറഞ്ഞു പോയാൽ, കുഞ്ഞിനൊരു ചെറിയ പനി വന്നു പോയാൽ, ഭർത്താവിന്റെ കച്ചവടത്തിൽ ഒരു ചെറിയ നഷ്ടം വന്നു പോയാൽ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് മടങ്ങുന്നതിന് പകരം അല്ലാഹുവിലേക്ക് മടങ്ങി ദുആ ചെയ്ത് റബ്ബിനോട് കാര്യങ്ങൾ പറയുന്നതിന് പകരം മന്ത്രവാദികളെ തേടി പോകുന്ന, കുട്ടിച്ചാത്തനെ തേടി പോകുന്ന, മുരുകനെ തേടി പോകുന്ന, ചാത്തൻ സേവയെ തേടി പോകുന്ന, ജിന്നുബാധയുള്ളവരെ തേടി പോകുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, അള്ളാഹുവിന്റെ മഹത്തുക്കളായ ഔലിയാക്കളോട് പോയി ദുആ ചെയ്യിപ്പിക്കുന്നത്, അള്ളാഹുവിന്റെ അരിഫീങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത്, അഭിവന്ദ്യരായ ഉസ്താദുമാരെ ഗുരുവര്യന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത് ഞാൻ വിമർശിക്കുകയാണെന്ന് കരുതരുത്. 1000 വട്ടം അത് ചെയ്യണമെന്ന് പറയുന്ന ആളാണ് ഞാൻ, അത് അംഗീകരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, അപകടകരമായ നിലയിൽ ആരെങ്കിലും എവിടെങ്കിലും ഒരു പച്ചപ്പട്ടെടുത്ത് തലയിലിട്ട് കൊണ്ടിരുന്നാൽ അവൻ വിവരമുള്ളവനാണോ, അറിവുള്ളവനാണോ, ദീനീ ബന്ധമുള്ളവനാണോ, അതേ വൃത്തികെട്ടവനാണോ, വൃത്തികെട്ട സ്വഭാവമുള്ളവനാണോ എന്നൊന്നും അറിയാതെ അങ്ങ് പോവുക, നേരെ അങ്ങ് പോവുക, ജിന്നു ബാധിച്ചവരെ തേടി പോവുക, ജിന്നിന്റെ അടുക്കൽ പോയി സമാധാനം തേടുക. എന്റെ തെക്കൻ കേരളത്തിൽ അവസ്ഥ വേണ്ടായി. തൊട്ടപ്പുറത്തെ തൃശ്ശൂർ ജില്ല മുതൽ ചാവക്കാട്ടെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ മുഖം ഞാൻ ഈ സദസ്സിൽ കാണുന്നുണ്ട്. ഈ തൃശ്ശൂർ ജില്ലയിൽ പോലും എനിക്ക് കേൾക്കാൻ കഴിയുന്ന സംഭവങ്ങളാ. കുട്ടിച്ചാത്തന്റെ സേവ തേടി പോകുന്ന, കുട്ടിച്ചാത്തനെ തേടി പോകുന്ന, ശിർക്കിന്റെ വാഹകരെ തേടി പോകുന്ന, ശിർക്ക് കൊണ്ട് ചികിത്സിക്കുന്നവരെ തേടി പോകുന്ന, ഒരു മടിയുമില്ലാത്ത ഏത് പണിക്കരെടുക്കലും ഏത് കുട്ടിച്ചാത്തന്റെ അടുക്കലും പോകുന്നതിന് ഒരു മടിയുമില്ലാത്തവരായി എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് മാറുന്നു എങ്കിൽ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അവരെ ഇങ്ങനെ പറഞ്ഞു വിടാനൊരു മടിയുമില്ലാത്ത എന്റെ പ്രിയപ്പെട്ട യുവാക്കന്മാരെ, എന്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരെ, മഹദി ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ആ രാത്രിയിൽ കരഞ്ഞതെന്തോർത്തിട്ടാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അലിയാർ തങ്ങളെന്ന ധീര വീരശൂര കേസരി മണിയറയിലേക്ക് കടന്നു വരുമ്പോൾ ആവേശ അതിരേകത്തോടെ പോയി കെട്ടിപ്പിണർന്ന് ചുടുചുംബനങ്ങൾ അർപ്പിക്കുന്നതിന് മുമ്പ് തന്റെ പ്രിയപ്പെട്ട അലിയിനോട് പറയുന്ന, അലിയേ, അങ്ങയുടെ കരങ്ങൾക്ക് എന്നെ താങ്ങാൻ കഴിയാത്ത, പിതാവിന്റെയോ മാതാവിന്റെയോ സാന്നിധ്യം എന്നെ സമാധാനിപ്പിക്കാനില്ലാത്ത ഖബറിന്റെ ഏകാന്തതയിൽ കഴിയുമ്പോൾ അവിടുത്തെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ഈ രാത്രി 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തോടെ നമുക്ക് ആരംഭിക്കാമെന്ന്
പറഞ്ഞ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെയും കൂട്ടി സുന്നത്ത് നമസ്കരിക്കാൻ ആദ്യ രാത്രിയിൽ 1000 സ്വപ്ന സങ്കല്പങ്ങളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടി പുത്തനുടുപ്പിന്റെ പുതുമണവുമായി അത്തറിന്റെ നറുമണവുമായി മണിയറയിലേക്ക് കടന്നു വന്ന പുതുമാരന്റെ കൈപിടിച്ചുകൊണ്ട് നമസ്കാരപ്പായയിലേക്ക് നടന്നുപോയ ബഹദി ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട അനുയായികളായ ഉമ്മമാര്, പെങ്ങന്മാര്, എന്റെ പ്രിയപ്പെട്ട അനുജന്മാര്, കല്യാണം കഴിച്ച നമസ്കാരമൊക്കെ ഉള്ളവര് പോലെ കല്യാണത്തിന്റെ പേരിൽ ഒരു 2 ദിവസം നിസ്കാരം അങ്ങ് കളാക്കുന്ന ഒരു മടിയുമില്ലാത്ത ചെറുപ്പക്കാരുണ്ടല്ലോ. കല്യാണത്തിന്റെ ആദ്യ രാത്രിയിൽ ഇശാ പോകുന്നത് കൊണ്ടൊരു കുഴപ്പവുമില്ലെന്ന് കരുതുന്നവർ, മഗ്രിബ് പോകുന്നത് കൊണ്ടൊരു കുഴപ്പവുമില്ലെന്ന് കരുതുന്നവർ, ആദ്യത്തെ രാത്രി കഴിഞ്ഞുള്ള പ്രഭാതത്തില് സുബഹി അവ്വൽ വഖത്തിൽ നിസ്കരിക്കുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ചെറുപ്പക്കാര് ആലോചിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തളി മുഹമ്മദ് മുസ്തഫായുടെ പുന്നാരമോള് ബീബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വിവാഹ ജീവിതത്തിന്റെ ആദ്യ രാത്രിയിൽ പ്രിയപ്പെട്ട അലിയാര് തങ്ങളെയും കൂട്ടി നമസ്കാരപ്പായയിലേക്ക് നടന്നു പോയത് മറന്നു പോകരുതെന്ന് ഓർമ്മിപ്പിക്കുകയാ. ഇങ്ങനത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനത്തെ വിവാഹ ജീവിതത്തിന്റെ ആദ്യ രാത്രിയിൽ മണിയറയിലേക്ക് കടന്നു വരുന്ന പുതുമണവാളനോട് തന്നോട് കല്യാണ സദസ്സിൽ വെച്ച് പറഞ്ഞ മഹർ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ, ഇല്ല ഞാൻ മഹർ കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞാൽ, മഹർ തന്നാലല്ലാതെ എന്റെ ശരീരത്തെ സ്പർശിക്കരുതെന്ന് പറഞ്ഞിട്ട് ആ പുതിയാപ്പിളയെ മണിയറയിൽ നിന്ന് ഇറക്കി വിടാൻ പെണ്ണിന് അനുവാദം കൊടുക്കുന്ന പ്രപഞ്ചത്തിലെ ഏക പ്രത്യയശാസ്ത്രം വിശുദ്ധ ഇസ്ലാമാണ് മക്കളെ. അത് പഠിപ്പിച്ചു തന്ന ഏക നേതാവ് വിശ്വഗുരു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. പെണ്ണിനെ ഏഷ്യാനെറ്റുകാരനും ഇന്ത്യ വിഷയക്കാരനും മനോരമ ന്യൂസുകാരനും ഒക്കെ പറയുന്നത് മുസ്ലിം സ്ത്രീ ആയി പോയാൽ തീർന്നു, അവൾക്ക് പിന്നെ ഒന്നുമില്ല, ഒരു അവകാശമില്ല, ഒരു സ്വാതന്ത്ര്യമില്ല, അവൾ ആകെ തകർന്നു എന്നൊക്കെ പറഞ്ഞ് മലപ്പുറത്തെ ഏതെങ്കിലുമൊക്കെ ചെറുപ്പത്തിലെ ഭർത്താവ് മരിച്ചു പോയതിന്റെ പേരിൽ വിധവകളായി ജീവിക്കേണ്ടി വരുന്ന ഏതെങ്കിലുമൊക്കെ ചില പെണ്ണുങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ടുവന്ന് ചാനലുകളിൽ ഇരുത്തിയിട്ട് പണ്ഡിതന്മാരെയും ശരീഅത്തിനെയും ദീനിനെയും ഖുർആനെയും ഒക്കെ ആക്ഷേപിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? വിവാഹ ജീവിതത്തിന്റെ ആദ്യ രാത്രിയിൽ പുതുമണവാളൻ മണിയറയിലേക്ക് കടന്നു വരുമ്പോൾ അവനോട് പെണ്ണിന് ചോദിക്കാൻ അവകാശമുണ്ട്. കല്യാണ സദസ്സിൽ വെച്ച് നിക്കാഹിന്റെ സമയത്ത് മഹർ പറഞ്ഞിരുന്നോ? പറഞ്ഞു. എന്താ പറഞ്ഞേ? 5 പവൻ സ്വർണം തരാന്നാ പറഞ്ഞേ. എന്നാ അതിങ്ങ് താ. ഇല്ല ഞാൻ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്നാ അങ്ങ് പുറത്തോട്ട് നിൽക്കുന്ന് പറഞ്ഞിട്ട് ആ കല്യാണത്തിന്റെ ആദ്യ രാത്രിയിൽ പുത്തനുടുപ്പിന്റെ പുതുമണവും അത്തറിന്റെ നറുമണവുമായി മണിയറയിലേക്ക് 1000 സ്വപ്ന സങ്കല്പങ്ങളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടി കടന്നു വരുന്ന പുതുമണവാളനോട് തന്റെ അവകാശമായ മഹർ തന്നാലല്ലാതെ എന്റെ ശരീരത്തെ സ്പർശിക്കാൻ കഴിയില്ല, ഇറങ്ങു പുറത്തെന്ന് പറഞ്ഞ് പുതുമണവാളനെ ആദ്യ രാത്രിയിൽ അവകാശത്തിന്റെ പേരിൽ മണിയറയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ പെണ്ണിന് അനുവാദം കൊടുക്കുന്ന പ്രപഞ്ചത്തിലെ ഏക പ്രത്യയശാസ്ത്രം വിശുദ്ധ ഇസ്ലാമാണ്. അത് പഠിപ്പിച്ച നേതാവ് മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെ പറഞ്ഞു കൊടുത്ത പെണ്ണ്, ഇത്രയധികം അംഗീകാരം കൊടുത്ത സ്ത്രീ, ഇത്രയധികം ഇസ്ലാം ബഹുമാനിച്ച സ്ത്രീ, തന്റെ ഭർത്താവ് വർഷത്തിൽ ഇത്ര പ്രാവശ്യം ഡ്രസ്സ് എടുത്തു കൊടുക്കണമെന്ന്, ഇത്ര പ്രാവശ്യം ചെരുപ്പ് വാങ്ങി കൊടുക്കണമെന്ന്, ഭക്ഷണം വീട്ടിൽ വെച്ച് ഏത് ക്വാളിറ്റിയുള്ള ഭക്ഷണമാണോ കഴിച്ചത് ആ ഭക്ഷണം ഭർത്താവിന്റെ വീട്ടിൽ കൊടുക്കണമെന്ന്, ഇങ്ങനെ ഒക്കെ പഠിപ്പിക്കുമ്പോൾ അങ്ങനെ പെണ്ണിന് അങ്ങേയറ്റം ആദരവ് കൊടുത്താൽ ഭർത്താവിന്റെ വീട്ടിലെ രാജ്ഞിയാണ് പെണ്ണ് എന്ന് പറഞ്ഞ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളെ ആദരിച്ചെങ്കിൽ, അള്ളാഹുവിന്റെ ഹബീബ് സ്ത്രീകളെ കുഴിച്ചു മൂടിയിരുന്ന കാലഘട്ടത്തിൽ വന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് പറഞ്ഞു, ആരെങ്കിലും 3 പെൺകുട്ടികളെ പ്രസവിച്ച് അവരെ മതമൂല്യങ്ങളുള്ളവരാക്കി വളർത്തി അവരെ അനുരൂപരായ ഭർത്താക്കന്മാർക്ക് നിക്കാഹ് ചെയ്തു കൊടുത്താൽ ഞാൻ അവർക്ക് സ്വർഗത്തിന് വാഗ്ദാനം ചെയ്യുന്നു, ഞാൻ അവർക്ക് സ്വർഗത്തിന് ജാമ്യം നിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ പേരില് അന്ന് അങ്ങനെ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന കാലഘട്ടത്തില് ആൺകുട്ടികളെ മാത്രം പ്രസവിക്കുന്ന പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാര് പോയിട്ട് അവര് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട്, യാ റസൂലല്ലാഹ്, എന്റെ ഭാര്യ പ്രസവിക്കുന്നൊക്കെ ആൺകുട്ടിയായി പോകുന്നു, എന്റെ ഭാര്യ ഒരു 3 പെൺകുട്ടികളെ പ്രസവിക്കാൻ, അവരെ എനിക്ക് അങ്ങ് പറഞ്ഞതുപോലെ വളർത്താൻ, എന്നിട്ട് അവരെ അനുരൂപരായ ഭർത്താക്കന്മാർക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ, എന്നിട്ട് എനിക്ക് സ്വർഗത്തിന് അങ്ങ് ജാമ്യം നിൽക്കുന്ന ഭാഗ്യം കിട്ടാൻ അങ്ങൊന്ന് ദുആ ചെയ്യുമോ എന്ന് ചോദിച്ച് പെൺകുട്ടികൾ ഇല്ലാതിരുന്ന മാതാപിതാക്കന്മാർ റസൂലുള്ളാഹിന്റെ അടുക്കൽ പോയി പെൺകുട്ടികൾ ജനിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന്
പെൺകുട്ടികളുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ പുറനിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളെ കണ്ട് അള്ളാഹുവേ നീ എനിക്ക് ഈ വിധി വരുത്തിയല്ലോ തമ്പുരാനെ എന്നോർത്ത് ചെറ്റക്കൂരകളിൽ വീർപ്പ് മുട്ടിക്കഴിയുന്ന പ്രിയപ്പെട്ട സഹോദരിമാരുടെ മാതാപിതാക്കന്മാര് അവരെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ട സമയമാകുമ്പോഴേ ഏതെങ്കിലും പള്ളി കമ്മിറ്റിക്കാരന് എഴുതി കൊടുക്കുന്ന ഒരു കത്തുമായിട്ട് ഒരു കഷണം പേപ്പറോ അതല്ലെങ്കിൽ ഒരു തോർത്തു തുണ്ടോ ആയിട്ട് പള്ളികൾക്ക് മുമ്പിൽ പോയി ജുമാ നമസ്കാരത്തിന് ശേഷം പള്ളിക്ക് മുമ്പിൽ തോർത്തു വിരിച്ചിട്ട് മോളെ കെട്ടിക്കാനാ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് പള്ളിക്ക് മുമ്പിൽ കാത്തു നിൽക്കുന്ന പാവപ്പെട്ട പിതാക്കന്മാര്, ആ പ്രിയപ്പെട്ട പിതാക്കന്മാര് അഭിമാനം നഷ്ടപ്പെട്ട് ആത്മാഭിമാനം നഷ്ടപ്പെട്ട്, ഒരു മനുഷ്യന് ഏറ്റവും അധികം ആത്മാഭിമാനം നഷ്ടപ്പെടുത്തപ്പെടുന്നത് അവനെതിരെ കള്ളക്കഥകൾ സൃഷ്ടിക്കുമ്പോഴല്ല, അവനെതിരെ കള്ളക്കേസുകൾ ഉണ്ടാക്കുമ്പോഴല്ല, അവൻ അകാരണമായി പീഡിപ്പിക്കപ്പെടുമ്പോഴല്ല, മറിച്ച് ആത്മാഭിമാനം നഷ്ടപ്പെടുന്നത് ജീവിക്കാൻ വേണ്ടി തെണ്ടാൻ യാചിക്കാൻ പള്ളികൾക്ക് മുമ്പിൽ തോർത്തും വിരിച്ചിട്ട് നിൽക്കേണ്ടി വരുന്ന ഗതികേടിന്റെ അവസ്ഥയില. പള്ളികൾക്ക് മുന്നിൽ തോർത്തു വിരിച്ച് മോളെ കെട്ടിക്കാൻ വേണ്ടി പള്ളി കമ്മിറ്റിയെ കനിഞ്ഞു നൽകിയ ലെറ്റർ പാഡും വെച്ച് ആ തോർത്തിന്റെ അറ്റത്തിൽ ലെറ്റർ പാഡും വെച്ച് സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് ദയനീയമായ കണ്ണുകളോടെ നിൽക്കുന്ന പിതാക്കന്മാരുടെ മുഖത്തേക്ക് പരിഹാസത്തോടെ നോക്കി വിലപിടിപ്പുള്ള കാറുകളിൽ കയറിപ്പോകുന്ന തമ്പുരാക്കന്മാർ ഏതെങ്കിലും പേഴ്സിന്റെ അറ്റത്തുള്ള ഒരു ചെറിയ നോട്ടെടുത്ത് ആ തോർത്തിലേക്ക് അപഹാസത്തോടെ പരിഹാസത്തോടെ വലിച്ചെറിഞ്ഞു കൊടുത്ത് എന്നിട്ട് നടന്നു പോകുമ്പോൾ ഇങ്ങനെ എത്ര പള്ളികളില് എത്ര ആളുകളുടെ മുമ്പിൽ പോയി അവന്റെ പരിഹാസം നിറഞ്ഞ കണ്ണ് കണ്ടാലാ, അവന്റെ മുഖം കണ്ടാലാ തന്റെ പ്രിയപ്പെട്ട മകൾക്ക് ഒരു പവൻ സ്വർണം വാങ്ങാൻ കഴിയുന്നത്. ഇങ്ങനെ കഷ്ടപ്പെടുന്ന പൊര നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളുടെ പേരിൽ കണ്ണീരൊഴുക്കുന്ന എത്രയോ മാതാപിതാക്കന്മാർ ഈ നാട്ടിലുള്ളപ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്ന ആരോഗ്യം, അല്ലാഹു നമുക്ക് തന്ന ആരോഗ്യം കൊണ്ട്, നമുക്ക് തന്ന ബുദ്ധി കൊണ്ട്, നമുക്ക് അധ്വാനിച്ച്, നമുക്ക് കഷ്ടപ്പെട്ട് നമ്മുടെ അധ്വാനം കൊണ്ട് കിട്ടുന്ന ആ അധ്വാനത്തിന്റെ വിയർപ്പ് തുള്ളിയുടെ മണമുള്ള രുചിയുള്ള അധ്വാനത്തിന്റെ ഫലമായിട്ടുള്ള അരി കൊണ്ട് കഞ്ഞി വെച്ച് കൊടുക്കാൻ എനിക്ക് കഴിയും. ഒരു പെണ്ണിന്റെ പേരിൽ കിട്ടുന്ന സ്ത്രീധനം, സ്വർണം അതെനിക്ക് വേണ്ട. കല്യാണ മാർക്കറ്റിൽ ഒരു കാളക്കൂറ്റനെ പോലെ വില പറയപ്പെടുന്നവനായി ഞാൻ നിൽക്കൂല എന്ന് തീരുമാനിക്കാൻ എന്റെ പ്രിയപ്പെട്ട അനുജന്മാർ, എന്റെ പ്രിയപ്പെട്ട യുവാക്കന്മാർ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, മഹാനായ ഹസ്രത്ത് ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും രണാങ്കണത്തില് സ്വന്തം കൈകാലുകൾ വെട്ടിമുറിക്കപ്പെടുമ്പോൾ, വലത് കൈ വെട്ടിമുറിക്കപ്പെടുമ്പോൾ, ഇടത് കൈ വെട്ടിമുറിക്കപ്പെടുമ്പോൾ, വലത് കാല് വെട്ടിമുറിക്കപ്പെടുമ്പോൾ, ഇടത് കാല് വെട്ടിമുറിക്കപ്പെടുമ്പോൾ, ഇഞ്ചിഞ്ചായി വെട്ടിമുറിക്കപ്പെടുമ്പോൾ, നീ ഒരു കൈയല്ലേ കയ്യേ, നീ വെറും ഒരു കൈയല്ലേ. എത്രയെത്ര കൈകളാണ്, എത്രയെത്ര കാലുകളാണ് സത്യത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി, പ്രവാചകന് വേണ്ടി, അസത്യത്തിനെതിരെ, അധർമ്മത്തിനെതിരെ, അനീതിക്കെതിരെ എത്രയെത്ര കൈകളും കാലുകളുമാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്, എത്രയെത്ര ശരീരമാണ് ഇഞ്ചിഞ്ചായി വെട്ടിമുറിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ കയ്യേ നീ പോവുക. എന്റെ കൈ പോകുന്നത് എനിക്കൊരു പ്രശ്നമല്ല, എന്റെ കാല് പോകുന്നത് എനിക്കൊരു പ്രശ്നമല്ല, ഞാൻ ഇഞ്ചിഞ്ചായി വെട്ടിമുറിക്കപ്പെടുന്നത് എനിക്കൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് രണാങ്കണത്തിൽ ധീരവീര പോരാട്ടം നടത്തി രക്തസാക്ഷിത്വം പുഞ്ചിരിയോട് ഏറ്റുവാങ്ങിയ നമ്മുടെ മുൻഗാമികൾ സ്വർഗത്തിൽ കടക്കുമ്പോൾ ഒരൽപ്പം സ്വർണമല്ലേ അതെനിക്ക് വേണ്ട, കുറച്ച് രൂപയല്ലേ അതെനിക്ക് വേണ്ട, ഈ സ്ത്രീധനമാകുന്ന പിശാചിനോട് ഞാൻ സന്ധിയാവില്ല, ഈ സ്ത്രീധനത്തോട് ഞാൻ സന്ധിയാകില്ല. ഈ വൃത്തികെട്ട സ്ത്രീധന സമ്പ്രദായം ഈ പുര നിറഞ്ഞു നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് അവരുടെ തൂക്കത്തിനൊപ്പിച്ച് ജുവലറികൾ കൊണ്ട് കൊടുത്താലേ കല്യാണം കഴിക്കൂ എന്ന വൃത്തികെട്ട തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയാണ്. അതിനെന്റെ ഉപ്പ നിർബന്ധിച്ചാലും, എന്റെ ഉമ്മ നിർബന്ധിച്ചാലും, എന്റെ പെങ്ങന്മാര് നിർബന്ധിച്ചാലും എന്റെ റബ്ബിന് വേണ്ടി ഞാൻ തീരുമാനമെടുക്കുകയാണ് എന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത് സ്ത്രീധനം വാങ്ങാതെ, സ്വർണത്തിന് കണക്ക് പറയാതെ കല്യാണം കഴിക്കാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, യുവാക്കന്മാര് തയ്യാറാകണമെന്ന് ഞാൻ എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കളോട്, അനുജന്മാരോട് പറയാം. എന്താണ് എനിക്ക് ഇന്നത്തെ പ്രസംഗത്തിൽ ആദ്യമായി നൽകാനുള്ള കാതലായ സന്ദേശം? എന്താ? സ്ത്രീധനത്തിനെതിരെ ചിന്തിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരെന്നോട് പറയാറുണ്ട്, ഉസ്താദിന്റെ പ്രസംഗം കേട്ട് ഞാൻ കുട്ടി കെട്ടി, ഞാൻ സ്ത്രീധനം വാങ്ങിക്കാതെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കല്യാണം കഴിച്ചതേ പാലക്കാട് അടുത്ത സമയത്തും അങ്ങനെ ഒരു കല്യാണത്തിന് ഞാനും പോയി. ഇൻഷാ അല്ലാഹ്
എന്റെ പ്രിയപ്പെട്ട അനുജന്മാരോട് ഞാൻ പറയാം, ഒരൊറ്റ ആളോട്, കൂടുതൽ ആളുകൾ എഴുന്നേറ്റ് ഞാൻ കുഴഞ്ഞു പോകും, ഒറ്റ ഒരാളോട്, കല്യാണം കഴിക്കാത്ത ആള്, കഴിച്ച ആളല്ല കേട്ടോ, കല്യാണം കഴിക്കാത്ത ആളോട് ഞാൻ പറയാണ്, സ്ത്രീധനം വാങ്ങാതെ ഒരു സ്വാലിഹത്തായ പെണ്ണിനെ സ്വർണം മാനദണ്ഡമാക്കാതെ, പണം മാനദണ്ഡമാക്കാതെ നല്ല ഒരു പെൺകുട്ടിയെ, ദീനുള്ള ഒരു കുട്ടിയെ ഇൻഷാ അല്ലാഹ് ഞാൻ വിവാഹം കഴിക്കും എന്ന് എഴുന്നേറ്റ് ഒന്ന് തുടങ്ങി പറയാൻ ഒരാള് സന്നദ്ധനായാൽ അള്ളാഹു തൗഫീഖ് ചെയ്ത ആ കല്യാണത്തിന് ഇൻഷാ അല്ലാഹ് ഞാനും പങ്കെടുക്കും. ആൾ ഒരുപാടായ എനിക്ക് വരാൻ ബുദ്ധിമുട്ടാവും. പറ മോന്റെ പേരെന്താ? മുബാറക്. എവിടാ വീട്? പട്ടാമ്പി. മുബാറക് പാലക്കാട് ജില്ലയാ, അതുകൊണ്ടാ, മലപ്പുറം ജില്ലയല്ല, അതുകൊണ്ട് അത്ര പെട്ടെന്ന് എണീറ്റേ. പാലക്കാട് ജില്ലയാ. പട്ടാമ്പിക്കാരനായ മുബാറക് എന്ന പൊന്നുമോൻ, അള്ളാഹുവേ എന്റെ ആ പൊന്നുമോന്, എല്ലാരും ഒന്നുറക്കെ ആമീൻ പറയന്റെ ആ പൊന്നുമോന് അവന്റെ ആഗ്രഹം പോലെ ദീനുള്ള തഖ്വയുള്ള ദുനിയാവിലും ആഖിറത്തിലും അവന് കൈത്താങ്ങാകുന്ന, അവന്റെ കൂട്ടാകുന്ന സ്വാലിഹത്തായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ എന്റെ ആ മുബാറക് എന്ന ബർക്കത്താക്കപ്പെട്ട പൊന്നുമോന് നീ തൗഫീഖ് ചെയ്യണം തമ്പുരാനെ, നീ അനുഗ്രഹിക്കണം തമ്പുരാനെ. അവന് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണം തമ്പുരാനെ. ജീവിതം ഹൈറാക്കണം തമ്പുരാനെ. ഹൈറായി ജീവിതം നയിക്കാനുള്ള തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണം തമ്പുരാനെ. ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണം തമ്പുരാനെ. ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കണം തമ്പുരാനെ. ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കണം തമ്പുരാനെ. ബിഹഖി നബിയിക മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരാളുടെ കൈപൊക്കിയല്ലോ, അയാളോട് അങ്ങ് പറഞ്ഞോ. എന്താ മോനെ പേര്? യാസർ. യാസർ 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 അമ്മാർ ബിൻ യാസർ. യാസർ ചരിത്ര പാരമ്പര്യമുള്ള പേരാണ് പൊന്നുമോനെ. എവിടാ വീട്? ഇരിങ്ങാവൂര്. മലപ്പുറം ജില്ലയാണല്ലേ? മലപ്പുറം ജില്ലയുടെ പാരമ്പര്യം നീ കാത്തു സൂക്ഷിച്ചു. ഇരിങ്ങാവൂരുകാരനായ യാസർ എന്ന പൊന്നുമോൻ സ്ത്രീധനം വാങ്ങാതെ, ഒരു നയാ പൈസ സ്ത്രീധനം വാങ്ങാതെ, ഒരു പവൻ സ്വർണം പോലും ചോദിക്കാതെ ഒരു പാവപ്പെട്ട ദീനുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കാമെന്ന് വാക്ക് പറഞ്ഞിരിക്കുന്നു. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണം തമ്പുരാനെ, നീ സഹായിക്കണം തമ്പുരാനെ, നീ അതിനുള്ള തൗഫീഖ് ചെയ്യണം തമ്പുരാനെ. ഒരു സ്വാലിഹത്തായ പെണ്ണിനെ എന്റെ ആ പൊന്നുമോന് കൊടുക്കണം തമ്പുരാനെ. തഖ്വയുള്ള പെണ്ണിനെ കൊടുക്കണം തമ്പുരാനെ. അവന് ദുനിയാവിലും ആഖിറത്തിലും കൂട്ടാകുന്ന ഇണയെ കൊടുക്കണം തമ്പുരാനെ. ഒറ്റരാ മൂന്ന്, രണ്ടായപ്പോ മൂന്ന് മൂന്ന്. ഓ, രണ്ടുപേര് പൊക്കി, മൂന്ന് പേരായി. ആ പറമോനെ പേരെന്താ? നിന്റെ പേരെന്താ? ഉറക്കപ്പറ, തൊപ്പിയിട്ട പറ നീ. അബ്ദുൽ ഹമീദ് ആണോ? അബ്ദുൽ ഹമീദ്. പിന്നാരാ മോനെ എണീറ്റേ? അവിടെ എണീറ്റാരാ? പേരെന്താ? അബ്ദുൽ ലത്തീഫ്. എവിടാ വീട്? അൽപ്പോഞ്ചേരി. ഹമീദ് എവിടാ വീട്? കേട്ടില്ല? ബംഗാലൂരോ? ആ, മോനെവിടാ? പേരെന്താ? നിഷാദ്. എവിടാ വീട്? തെന്നല. നിഷാദ്. തെന്നല നമ്മുടെ സ്ഥലമാണ്. മൂന്ന്. അവിടെ ആരാ പറഞ്ഞ? ആ ഭാഗത്ത് ആരാ പറഞ്ഞ? ഒരാൾ കൈപൊക്കിയേ? ബാക്കിൽ ഒരാൾ കൈപൊക്കിയല്ലോ. ആരായിരുന്നു അത്? കൈപൊക്കിയോ? മൂന്ന് പേര്. അല്ലാഹുവേ മൂന്ന് മക്കൾക്കും സ്വാലിഹത്തായ ഇണകളെ കൊടുക്കണം തമ്പുരാനെ. സ്ത്രീധനം വാങ്ങാതൊരു പാവപ്പെട്ട പെൺകുട്ടിയെ അല്ലാഹുവേ, എത്ര വീടുകളിൽ ആ കണ്ണീരും കയ്യുമായി കഴിയുന്നത്. ആ കൂട്ടത്തിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ, ദീനുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ എന്റെ പ്രിയപ്പെട്ട ഈ അനുജന്മാർക്ക് മൂന്ന് പേർക്കും തൗഫീഖ് ചെയ്യണം തമ്പുരാനെ. അല്ലാഹുവേ അവരുടെ ജീവിതം നിന്റെ തൃപ്തിയിലാക്കണം തമ്പുരാനെ. ആരോഗ്യം കൊടുക്കണം തമ്പുരാനെ. ആഫിയത്ത് കൊടുക്കണം തമ്പുരാനെ. അല്ലാഹുവേ അധ്വാനിച്ച് കുടുംബം പോറ്റാനുള്ള തൗഫീഖ് കൊടുക്കണം തമ്പുരാനെ. ഈ ദുആ നീ സ്വീകരിക്കണം തമ്പുരാനെ. എത്ര പേരാ പറഞ്ഞ? ആറല്ലേ പറഞ്ഞേ? മൂന്നും 6. ഒറ്റ ഒരാള് ഏഴാമതൊരാൾ. 7 നിർത്തിയേക്കാം. നീ പറയൂല, പേടിക്കണ്ട. ഏഴാമതൊരാളും കൂടെ, ഒരാൾ, ഒറ്റ ഒരാൾ. അൽ വിത്റു സുന്ന, ഒറ്റ സുന്നത്ത്. അതിനുവേണ്ടി മാത്രം. കല്യാണം കഴിച്ചവരാരും കൈവക്കല്ലേ, കല്യാണം കഴിക്കാത്തവര് മാത്രം. ആരാ മോനെ? ഉബൈദോ? ഒരാൾ പറഞ്ഞാൽ കേൾക്കും. അവിടെ രണ്ടുപേര് നിൽക്കുന്നതാ പ്രശ്നം. നിന്റെ പേരെന്താ? കറുത്തുടുപ്പ്. തൗഫീഖ്. മോന്റെ പേരെന്താ? ഉബൈദ്. മോന്റെ പേരെന്താ? അജ്മൽ. 3 പേര്. ആ, തങ്ങളുടെ നാട്ടുകാരനെ തങ്ങൾ പറയുന്നത് എന്റെ നാട്ടുകാരനാണ് ഏറ്റവും. തങ്ങൾക്ക് ഇനി പറയാൻ പറ്റൂലല്ലോ. അപ്പൊ 3 പേരായി. അപ്പൊ എത്രയായി? 7, 8, 9. അൽഹംദുലില്ലാ.
അല്ലാഹു തആല 3 മക്കൾക്കും സാലിഹത്തായ പെൺകുട്ടികളെ കൊടുക്കുമാറാകട്ടെ. അവരുടെ ജീവിതം അല്ലാഹുവിന്റെ തൃപ്തിയിലാക്കുമാറാകട്ടെ. തമാശയല്ല. സ്ത്രീധനത്തിന്റെ പേരിൽ ലക്ഷങ്ങൾക്ക് വേണ്ടി പിടിവലി നടക്കുന്ന കാലത്ത്, പൊന്നിന്റെ പേരിലും സ്ത്രീധനത്തിന്റെ പേരിലും നടത്തിയ കല്യാണം തെറ്റിപ്പോകുന്ന കാലത്ത്, ഒരു പവന്റെ സ്വർണം കുറഞ്ഞു പോയാൽ അതിന്റെ പേരിൽ ത്വലാഖ് നടക്കുന്ന കാലത്ത്, ഒരു പണമിട സ്വർണം പോലും വാങ്ങാതെ, ഒരു രൂപ പോലും വാങ്ങാതെ ഒരു സ്വാലിഹത്തായ പെണ്ണിനെ കല്യാണം കഴിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത എന്റെ ഈ പൊന്നോമന മക്കള് റഹ്മാനെ, അവരുടെ ജീവിതം നിന്റെ തൃപ്തിയിലാക്കണം തമ്പുരാനെ. ദീർഘായുസ് കൊടുക്കണം തമ്പുരാനെ, ആരോഗ്യം കൊടുക്കണം തമ്പുരാനെ. സ്വാലിഹത്തായ പെൺകുട്ടികളെ കല്യാണം കഴിക്കാനുള്ള സൗഭാഗ്യം നീ കൊടുക്കണം തമ്പുരാനെ. അവർക്ക് ആ കുടുംബത്തെ അധ്വാനിച്ച് നയിക്കാനുള്ള ആരോഗ്യം നീ കൊടുക്കണം തമ്പുരാനെ. 9 പേര് മതി അല്ലേ? ആരെങ്കിലും പറയാനുണ്ടോ? 2 പേരോട് പറഞ്ഞാൽ 11 11ആയ വളരെ സന്തോഷമുള്ള കാര്യമാണ്. 11 ഒരുപാട് അടിസ്ഥാനമുള്ള 10ാമത്തെ ആള് തിൽക്കാശ്രത്തും കാമില. ആരാത്? ജാഫർ. എവിടാ വീട്? പൂക്കിപ്പറമ്പ്. സ്ഥലപ്പേര് തന്നെ പറയാനുള്ള ആവേശം കണ്ടോ? അൽഹംദുലില്ലാ. പൂക്കിപ്പറമ്പ്. എവിടാ വീട്? ഇവിടെ തന്നെ. പേരെന്താ? ഏത് വീട്? ഈ വീടാ? പടമ്മടുത്ത് ചോദിച്ചോ നീ? എവിടാ വീട്? ഇവിടെ തന്നെയാണ്. അപ്പൊ ഇവിടുത്തുകാര് പറയണ്ടേ, അവര് നാടിന്റെ ആ യശസ് കാത്തു സൂക്ഷിക്കണ്ടേ? പുറത്തുനിന്നൊക്കെ വന്നവര് പറഞ്ഞിട്ട് പോയാൽ മതിയോ? അല്ലാഹുവേ, അവിടെ പേര് പറഞ്ഞ മക്കൾക്കും ഈ 2 പൊന്നോമന മക്കൾക്കും പടച്ചവനെ, അവരുടെ ആഗ്രഹം പോലെ ഒരു നയാ പൈസ സ്ത്രീധനം വാങ്ങാതെ, 1 ഗ്രാം സ്വർണം പോലും ചോദിക്കാതെ ഒരു സ്വാലിഹത്തായ പെൺകുട്ടിയെ കല്യാണം കഴിക്കാനുള്ള സൗഭാഗ്യം നീ ചെയ്യണം തമ്പുരാനെ. അനുഗ്രഹം നീ ചൊരിയണം തമ്പുരാനെ. അല്ലാഹുവേ, അവർക്ക് ജീവിതകാലം മൊത്തം സന്തോഷത്തോടെ കഴിയാൻ അല്ലാഹുവേ, പണമല്ല സമാധാനത്തിന്റെ മാനദണ്ഡം, കൊട്ടാരമല്ല സമാധാനത്തിന്റെ മാനദണ്ഡം, മനസ്സാണ് തമ്പുരാനെ. മനസ്സിന്റെ സമാധാനമാണ്, മനസ്സിന്റെ ശാന്തിയാണ്. എന്റെ ഈ പ്രിയപ്പെട്ട മക്കൾക്ക്, ഈ 2 മക്കൾക്കും, അവിടെ പറഞ്ഞവർക്കും, ഈ പറഞ്ഞ മൊത്തം സഹോദരങ്ങൾക്കും മനസ്സിന് സമാധാനത്തോടെ ജീവിക്കാനുള്ള സൗഭാഗ്യം കൊടുക്കണം തമ്പുരാനെ. പ്രതിസന്ധികളെ തൊട്ട് കാക്കണം തമ്പുരാനെ. സദ്വൃദ്ധകളായ പെൺകുട്ടികളെ കൊടുക്കണം തമ്പുരാനെ. അവരുടെ ജീവിതം മൊത്തം ആരോഗ്യത്തോടെ സന്തോഷത്തോടെ അല്ലാഹുവേ, ഈ അനുഗ്രഹീതമായ രാത്രിയിൽ ഈ ആയിരക്കണക്കിന് മുഅ്മിനീങ്ങള് ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യുന്നതാ റബ്ബേ. എന്റെ ഈ പൊന്നോമന മക്കൾക്ക് മരണം വരെ സന്തോഷം പ്രദാനം ചെയ്യണം തമ്പുരാനെ. സൗഭാഗ്യം പ്രദാനം ചെയ്യണം തമ്പുരാനെ. ആരോഗ്യം പ്രദാനം ചെയ്യണം തമ്പുരാനെ. ആഫിയത്ത് പ്രദാനം ചെയ്യണം തമ്പുരാനെ. നീ കാക്കണം തമ്പുരാനെ. ഈമാനോടെ ജീവിച്ചു മരിപ്പിക്കണം തമ്പുരാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 12 ആയി. പിന്നെ ഒറ്റയാണ് ഇവിടെ. എന്തായാലും നമുക്ക് ഒറ്റയിൽ നിർത്തണമെന്നാണല്ലോ. അതിനുവേണ്ടി ഒരാളൂടെ, ഒറ്റൊരാളൂടെ. ഇത്രയും പറഞ്ഞപ്പോ ഒരാൾ പറയൂലേ, ഒറ്റൊരാളൂടെ. പലരും ഇങ്ങനെ കരുതുന്നുണ്ടാവും, പഠിച്ചോനെ ഉസ്താദ് 2ാമത്തെ കല്യാണത്തിനാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സ്ത്രീധനം ഒരു പൈസ പോലും വാങ്ങാതെ കെട്ടായിട്ടുണ്ടോ? ഞാൻ പറയൂല. ആ ഹറാമൊന്നും ആയോണ്ടല്ല, അത് വേണ്ട, അത് വേണ്ട, വേണ്ട, അത് വേണ്ട. തമാശക്കൊക്കെ ഞാൻ ചിലപ്പോ സൂഫി എടുത്ത് ഇങ്ങനെ പറയും, വെറുതെ ഒരു രസത്തിന്. അപ്പൊ അറിയാം അതിന്റെ ആ അമർഷം, അതിന്റെ ആ അസ്വസ്ഥത. വെറുതെ രസത്തിന് പറയും ഇങ്ങനെ, ചിലപ്പോ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരു കല്യാണം കൂടെ കഴിക്കും കേട്ടോ, അപ്പൊ ഇങ്ങനെ പെട്ടയ്ക്കുന്നത് കാണും. അത് വേണ്ട, ഉള്ളതിനെ അല്ലാഹു തആല നന്നായി നിലനിർത്തി തരട്ടെ. പറയാമെന്താ? പേരെന്താ? പരുവത്ത് അഷ്റഫ്. പരവത്ത് അഷ്റഫ്. എവിടെ വീട്? അനന്താവൂർ. അനന്താവൂർ. അപ്പൊ അഷ്റഫ്, പരവത്ത് അഷ്റഫ് എന്ന പൊന്നുമോൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ആ പൊന്നുമോന് സ്വാലിഹത്തായ പെണ്ണിനെ കൊടുക്കുമാറാകട്ടെ, ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. ഒരു നയാ പൈസ സ്ത്രീധനം വാങ്ങാതെ സദ്വൃത്തയായ ദീനുള്ള തഖ്വയുള്ള സുന്ദരിയായ വിദ്യാഭ്യാസമുള്ള ഒരു പൊന്നുമോളെ കല്യാണം കഴിക്കാൻ ആ പ്രിയപ്പെട്ട മകൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. 13 ഒരു സുഖമില്ല അല്ലേ? ഒരു ബർക്കത്തില്ലാത്ത നമ്പറാന്ന് എല്ലാരും പറയുന്ന 13. പിന്നെ 2 എണ്ണം കൂടെ വെച്ച് 15 നിർത്തിയാല് റാഹത്തായി. 2 പേര്. ഞാൻ ഈ ചെയ്യുന്ന വലിയ കാര്യമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് സമയത്തിൽ പോയാലും. കാരണം എന്താ, ഒരു കുടുംബം രക്ഷപ്പെടുവല്ലേ, ഒരു കുടുംബം രക്ഷപ്പെടുവല്ലേ. ഇവിടെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ഉപ്പായെ വിളിച്ചിട്ട് ഞാനൊരു 25,000 രൂപ അയാൾക്ക് കൊടുക്കുന്നതിനേക്കാൾ 50,000 രൂപ കൊടുക്കുന്നതിനേക്കാളും വലിയൊരു കാര്യമല്ലേ ഞാൻ ചെയ്യുന്നേ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 2 പേരൂടെ നിർത്തിയേക്കാം. പിന്നെ ഞാൻ ദീർഘിപ്പിക്കൂല. 2 പേര്. പറമോനെ, എന്താ പേര്? സത്താർ ആണോ? അബ്ദുൽ സത്താർ അല്ലേ? എവിടെ വീട്?
വൈരങ്കോട് സത്താർ എന്ന പൊന്നുമോൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ പൊന്നുമോൻ അള്ളാഹു സ്വാലിഹത്തായ ഒരു പെണ്ണിനെ, സദ്വൃത്തയായ ഒരു പെണ്ണിനെ, തഖ്വയുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സന്തോഷകരമായ ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു തആല ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹൂ ഈസ് ദ ലാസ്റ്റ് വൺ? അവസാനത്തെ ഒറ്റ ഒരാൾ. പിന്നെ ഞാൻ പറയൂല, പിന്നെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അവസാനത്തെ ആള് അങ്ങ് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നിർത്തിയേക്കാം. 15ാമത്തെ ആരാത് പറഞ്ഞോ? അബ്ദുൽ ഷുക്കൂർ. എവിടാ വീട്? മേടിപ്പാറ. അബ്ദുൽ ഷുക്കൂർ എന്ന പൊന്നുമോൻ അല്ലാഹു തആല പൊന്നുമോനെ സ്വാലിഹത്തായ സദ്വൃത്തയായ ഒരു പെണ്ണിനെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല അവന് ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. പടച്ചവനെ, ഇവിടെ ഈ പറഞ്ഞ ഈ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ പൊന്നുമക്കളുടെ മാതാപിതാക്കള് അവർക്കതിനുള്ള സന്തോഷകരമായ മനസ്സ് കൊടുക്കണം തമ്പുരാനെ. അവരിതിനോട് മാനസികമായി യോജിക്കാനുള്ള തൗഫീഖ് കൊടുക്കണം തമ്പുരാനെ. അവർക്കും ഇതിന്റെ പ്രതിഫലം കൊടുക്കണം തമ്പുരാനെ. ആ മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കണം തമ്പുരാനെ. ആഫിയത്ത് കൊടുക്കണം തമ്പുരാനെ. ഈ മക്കളുടെ മാതാപിതാക്കൾക്കും മരണം വരെ സന്തോഷം പ്രദാനം ചെയ്യണം തമ്പുരാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ രാത്രി സഫലമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആഡംബരത്തിൽ നിന്നകന്ന് നിൽക്കാൻ, നീ കല്യാണം അനാഥരോ നിർധനരോ ആയ കുട്ടികളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ കുട്ടികൾ എന്തായാലും വലിയ ആഡംബരത്തിൽ കല്യാണം നടത്തൂല. ബാക്കിയുള്ളവർ ഒരു പക്ഷേ മറ്റുള്ള സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ കെട്ടിക്കുമ്പോൾ, നിങ്ങൾ സ്വയം വിവാഹം കഴിക്കുമ്പോൾ, നിങ്ങളുടെ ആൺമക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുമ്പോൾ വിവാഹം ലളിതമാക്കാൻ ശ്രദ്ധിക്കണം. 2, മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, വിവാഹത്തോട് ബന്ധപ്പെട്ട അനാചാരങ്ങൾ മൊത്തം നിർത്താൻ തീരുമാനിക്കണം. വിവാഹത്തോട് ബന്ധപ്പെട്ട് എന്തൊക്കെയാ ഈ പറഞ്ഞ ഖബിൽതു അങ്ങോട്ട് ഉസബ്ബിജുക അലാമാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ വ തസ്രീഹിൻ ബിഹിസാൻ സവ്വജ്തുക വ അൻഗഹതുക ബിന്ദി സുലൈഹ ബിമഹരിൻ മബ്ലഗഹു പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. ഖബിൽതു എന്ന് പറഞ്ഞ് 2 സാക്ഷി ഒപ്പിട്ട നിക്കാഹായി, പിന്നെ പോയി ജീവിക്കാം. പക്ഷെ പിന്നെ എന്തൊക്കെ പരിപാടികളാണ് ഞങ്ങളുടെ നാട്ടിലുള്ള പരിപാടികളൊക്കെ ഇവിടെ പറഞ്ഞാൽ മനസ്സിലാവുമെന്നറിയില്ല. പരിപാടികളുടെ ബഹളം. അങ്ങോട്ട് വിളിച്ചോണ്ട് പോക്ക്, ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരവ്, അവിടെ അങ്ങോട്ട് പോകുമ്പോ ഫ്രിഡ്ജ് കൊണ്ടുപോകല്, ഇങ്ങോട്ട് വരുമ്പോ അലമാര കൊണ്ടുപോകല്, പിന്നെ അങ്ങോട്ട് പോകുമ്പോ തോണി കൊണ്ടുപോകല്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരിപാടികൾ, ബഹളം. ഇതൊക്കെ കൊണ്ട് തീരുവോ? പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ റമദാനായി കഴിഞ്ഞാൽ ആദ്യത്തെ റമദാനായ നോമ്പ് മുറിപ്പിക്കല്. ഇവിടിങ്ങോട്ട് വിളിച്ച് നോമ്പ് മുറിപ്പിച്ചില്ലെങ്കിൽ അതിന്റെ പേരിൽ പരാതി. നോമ്പ് തുറപ്പിക്കുന്നതിന് വേണ്ടി ബന്ധുക്കള്, സ്വന്തക്കാരിങ്ങനെ പരിപാടികള്. പിന്നെ ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ട്, പെണ്ണ് ഗർഭിണിയായി കഴിഞ്ഞാൽ എന്നാലും വിടൂല, വയറ് കാണല്. അങ്ങനെ വയറ്റ് നേർച്ച തങ്ങൾക്കൊക്കെ അറിയാലോ. വയറ്റ് നേർച്ച പരിപാടികള്, ഇങ്ങനെ വയറ് കാണൽ, അത് തന്നെ അസഭ്യമായ പദപ്രയോഗമാണ്. ആ കാണലെന്ന പദപ്രയോഗം തന്നെ സഭ്യമല്ല. വയറ്റ് നേർച്ച. എന്ത് വയറ്റ് നേർച്ചയാ? പെണ്ണ് ഗർഭിണിയായി പോകുമ്പോ ഒരു ദുആ ചെയ്തൊക്കെ കൊണ്ടുവന്ന വല്ല കാര്യ? അതിലൊന്നും പ്രശ്നമില്ല. പക്ഷെ അതിനൊരു ചടങ്ങ് വെച്ച്, ഒരു പരിപാടി വെച്ച്, അതിന്റെ പേരിൽ ഒരു വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുത്തിട്ട് പരിപാടി, ഇങ്ങനെ എന്തൊക്കെയാ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെന്ന നിലയില് പെണ്ണ് ഗർഭിണിയായ 3ാമത്തെ മാസം ആകുമ്പോൾ 3 പലഹാരമായിട്ട് പോകും കാണാൻ വേണ്ടി. 3 തരം പലഹാരം. 5ാം മാസം ആകുമ്പോ 5 തരം പലഹാരമായിട്ട് വയറ് കാണാൻ പോകും. 7ാം മാസം ആകുമ്പോ 7 തരം പലഹാരം. ഞാൻ പറയാറുണ്ട്, പടച്ച അമ്പുരാൻ ഒരു 50 മാസം കഴിഞ്ഞായിരുന്നു പെണ്ണുങ്ങളെ പ്രസവിപ്പിക്കുന്നതെങ്കിൽ പലഹാരം ഉണ്ടാക്കി മനുഷ്യന്റെ അന്തം വിട്ടു പോവില്ലായിരുന്നോ? തകർന്നു പോവില്ലേ? ഇങ്ങനെ പലഹാരങ്ങള്, പിന്നെ പ്രസവിച്ച് കഴിഞ്ഞാലുള്ള പരിപാടികൾ. പടച്ചവനെ, ഈ അനാവശ്യമായിട്ടുള്ള ഇസ്ലാമിൽ എവിടെയും പാരമ്പര്യത്തിൽ എവിടെയും ഇല്ലാത്ത എന്തൊക്കെ ചെയ്യണമെന്ന് ഹദീസിലുണ്ട്, എന്തൊക്കെ ചെയ്യണമെന്ന് മഹാന്മാരുടെ ചരിത്രത്തിലുണ്ട്. ആ ചരിത്രം സ്വീകരിക്കുക, ആ ഹദീസുകൾ സ്വീകരിക്കുക, ആ ജീവിതം പകർത്തുക. ഇതല്ലാതെ അനാവശ്യമായ നാട്ടാചാരങ്ങളും പരിപാടികളുടെയും പേരില് ഇല്ലാത്ത ആചാരങ്ങൾ, അനാചാരങ്ങൾ സൃഷ്ടിച്ച് അതിന്റെ പേരിൽ 10,000-കണക്കിന് രൂപ മുടക്കുന്ന വൃത്തികെട്ട പരിപാടികളിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാർ മാറി നിൽക്കണം. അതിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ആർജവം കാണിക്കണം.
ചങ്കുറപ്പ് കാണിക്കണം. ഞാൻ ചെയ്യൂല, ഇതിൽ ഇസ്ലാമിൽ മാതൃകയില്ല, എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയില്ല, അവിടുത്തെ പ്രിയപ്പെട്ട സഹാബാക്കളുടെ മാതൃകയില്ല, ഔലിയാക്കളിലും ആരിഫീങ്ങളിലും മാതൃകയില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് ഈ അനാവശ്യ പരിപാടികളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാൻ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാർ തയ്യാറാണ്. അതിനുള്ള ഒരു ചങ്കുറപ്പ്, ഒഴുക്കിനൊത്ത് നീങ്ങാൻ ഏത് നായക്കും കഴിയും മക്കള്? ഒഴുക്കിനൊത്ത് നീങ്ങാനേ. നമ്മൾ കാണുന്നില്ലേ, ഞാൻ സാധാരണ പ്രസംഗത്തിൽ പറയാറുണ്ടല്ലോ, വലിയ മലവെള്ളപ്പാച്ചില്. ആ മലവെള്ളപ്പാച്ചില് ഒഴുക്കിന്റെ കൂടെ എന്തൊക്കെ ജീവികളാ, ചത്തുപോയ വലിയ കാട്ടാന വരെ ഒഴുക്കിൽ ഇങ്ങനെ ഒഴുകി വരും, വലിയ മരങ്ങൾ ഒഴുകി വരും, നായക്കുട്ടികൾ ഒഴുകി വരും, എല്ലാം ഒഴുകി ഇങ്ങനെ വരും. ഒഴുക്കിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും, പാറകൾ ഒഴുകും. പക്ഷേ ആ ഒഴുക്കിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ വലിയ ഭാരമുള്ള ടൺ കണക്കിന് ഭാരമുള്ള തടികളും ആനയുടെ മൃതശരീരവും ഒക്കെ ഒഴുക്കിനൊത്ത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒഴുക്കിനെതിരെ പ്രതിരോധത്തിന്റെ ഉരുക്കുകോട്ട സൃഷ്ടിച്ചുകൊണ്ട് ആ ഒഴുക്കിനെതിരെ 5 ഗ്രാം പോലും തൂക്കം തികയാത്ത പരൽ മീനുകൾ അങ്ങോട്ട് ഒഴുക്കിനെതിരെ നീന്തി നീന്തി പോകുന്നത് കാണാൻ പറ്റും. 5 ഗ്രാം തൂക്കം ഉണ്ടാവില്ല. 5 ടൺ ഉള്ളത് ഇങ്ങോട്ട് ഒഴുകി വരുമ്പോ 5 ഗ്രാം തൂക്കം തികയാത്തത് അങ്ങോട്ട് ഒഴുകി പോകും ഒഴുക്കിനെതിരെ. എന്തുകൊണ്ടാ? ആ ഒഴുക്കിനെതിരെ നീന്തുന്ന പരൽ മീന് റൂഹുണ്ട്, ആത്മാവുണ്ട്. അതേസമയം ഈ വലിയ കാട്ടാനയുടെ റൂഹ് പോയി ചത്തുപോയി. ഈ ചത്ത ശവങ്ങളൊക്കെ ഒഴുക്കിനൊത്ത് ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുമ്പോ അങ്ങാടിയിൽ ചെറുപ്പക്കാരെ പിടിച്ചു നിർത്തി മദ്യം വാങ്ങിക്കൊടുത്ത് രാഷ്ട്രീയ പാർട്ടിയിൽ ചേർക്കുമ്പോൾ ഏതവൻ ചെയ്താലും, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഏതവനത് ചെയ്താലും അവനെ പരസ്യമായി കല്ലെറിഞ്ഞു കൊല്ലപ്പെടേണ്ടവനാണെന്നാണ് വിനീതൻ എന്റെ അഭിപ്രായം. അവൻ ഏത് പാർട്ടിക്കാരനായാലും, PDP-കാരനായാലും, ഏവനായാലും അവനെ എംബോക്കിയാണ്. മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരെ കള്ളുകൊടുത്ത് രാഷ്ട്രീയ പാർട്ടി വളർത്തുന്നവൻ, പെണ്ണുകൊടുത്ത് രാഷ്ട്രീയ പാർട്ടി വളർത്തുന്നവൻ, മുസ്ലിം സമുദായത്തിലെ ചോരയും നീരുമുള്ള ചെറുപ്പക്കാർക്ക് മദ്യം വാങ്ങിക്കൊടുത്തുകൊണ്ട് പ്രസ്ഥാനങ്ങൾ വളർത്തുന്നവൻ, അവൻ ആരായാലും അവനെ എറിഞ്ഞു കൊല്ലേണ്ടവനാണെന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നശിച്ചു പോകരുത്. രാഷ്ട്രീയം അത് ആരുടേതായാലും, അബ്ദുന്നാസർമാദനിയുടേതായാലും, അത് വേറെ ആരുടേതായാലും, അതെല്ലാം റൂഹ് പോകുന്നത് വരെയുള്ള കാര്യമാണ്. അതിനുശേഷം ഒരു കൊടിയും ഖബറിന്റെ മേളിൽ കെട്ടിവെക്കാൻ കഴിയില്ല, ഒരു നേതാവിനും ഖബറിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല, മൗദനിക്കുൾപ്പെടെ. ആർക്കെങ്കിലും ഖബറിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, ഖബറിന്റെ ഭീകരതയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, ഖബറിന്റെ ഇരുളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, ഖബറിന്റെ പരിഭ്രാന്തിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതൊരൊറ്റ നേതാവിനെ കഴിയൂ, വിശ്വഗുരു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഞാനിത് പറയുന്നത് വേദന കൊണ്ട് പറയുക. പല ഭാഗത്തും മലപ്പുറം ജില്ലയിൽ കുതുബുസ്സമാന്റെ ജില്ലയിൽ, മഹാനായ വെളിയങ്കോട് മർക്കാദിയുടെ ജില്ലയിൽ, സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ജില്ലയിൽ, ചേറൂർ ശുഹദാക്കളുടെ ജില്ലയിൽ, മലപ്പുറം ശുഹദാക്കളുടെ ജില്ലയിൽ എത്രയോ മഹാരഥന്മാരായ പണ്ഡിത പ്രഭുക്കൾ നേതൃത്വം കൊടുത്ത ആദരണീയനായ കുതുബി മുഹമ്മദ് മുസ്ലിയാർ, മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരെ പോലെ, മഹാരഥന്മാരായ കോട്ടുമല ഉസ്താദിനെ പോലെ, ശംസുൽ ഉലമയെ പോലെ, അങ്ങനെ മഹാനായ ഒതുക്കുങ്ങൽ അബ്ദുൽ ഉസ്താദിനെ പോലെ എത്രയെത്രയോ മഹാരഥന്മാർ ജനിച്ചു മരിച്ച ഈ മലപ്പുറം മണ്ണിൽ ഇവിടെ ഇന്ന് പ്രസ്ഥാനങ്ങളെ വളർത്താൻ ചെറുപ്പക്കാർക്ക് കള്ളു കൊടുത്ത് വളർത്തുന്നു എന്ന് കേട്ടാ എന്താ മക്കളെ, എന്താ അവസ്ഥ? അല്ലാഹു തആല നന്നാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, നന്മയുടെ അംശം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, നാം അള്ളാഹുവിനോട് സംഭവിച്ചു പോയ കാര്യങ്ങൾക്ക് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട്, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മദ്യം നീ രുചിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ അന്യപെണ്ണുമായി സഹവസിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ പലിശയുമായി ബന്ധപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ നിഷിദ്ധമായത് ഭക്ഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, എനിക്കിത് പറയുന്നത് കൊണ്ട് എനിക്കാരെയും ഞാൻ ഒന്നിന്റെ പേരിലും ഭയക്കുന്നില്ല. എന്റെ റബ്ബിനെ മാത്രമാണ് ഞാൻ ഭയക്കുന്നത്. എനിക്കെന്നും നഷ്ടപ്പെടാനില്ല. എന്റെ റബ്ബ് എനിക്ക് തരുന്ന എന്തെങ്കിലും നന്മകളല്ലാതെ മറ്റൊന്നും ഞാൻ ഈ രാത്രിയിൽ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ പറയുകയാ, മാറ്റമുണ്ടാക്കാൻ, പരിവർത്തനമുണ്ടാക്കാൻ, പലിശയിൽ നിന്നകലാൻ, മദ്യത്തിൽ നിന്നകലാൻ, ഒന്നിന്റെ പേരിലും, ഒരാഘോഷത്തിന്റെ പേരിലും ഒരിക്കലും
മദ്യത്തിലേക്ക് കടന്നു പോകാതിരിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം. വിനീതനായ ഞാൻ ജയിലിൽ നിന്നിറങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞു പുതുവർഷ പുലരിയിലെ കേരളത്തിലെ ഏറ്റവും അധികം മദ്യം വിറ്റ സ്ഥലങ്ങളിൽ ഒന്ന് ഈ മലപ്പുറം ജില്ലയിലെ തിരൂരായിരുന്നു എന്ന്. എന്നാൽ 2009 പുതുവർഷ പുലരിയില് എനിക്ക് വല്ലാതെ സമാധാനം തോന്നി. ശുക്രിന്റെ സുജൂദ് ചെയ്തു പോകത്തക്ക അവസ്ഥയില് മലപ്പുറം ജില്ലയിൽ നിന്ന് മദ്യം കുടിക്കുന്നവർ 1-ാം സ്ഥാനത്ത്. മദ്യം ചില്ലറ വിൽപ്പനശാലകളില് 2009 പുതുവർഷ പുലരിയില് 2008 ഡിസംബർ 31 രാത്രിയില് 2009 ജനുവരിയുടെ പ്രഭാതത്തില് മലപ്പുറം ജില്ലയെക്കാളും മറ്റു ജില്ലകൾ മുമ്പിലായി, മലപ്പുറം ജില്ല പിറകിലായി. വല്ലാത്ത സമാധാനവും സന്തോഷവും തോന്നി. ഇത് മനസ്സുകൊണ്ട് പറയുകയാ മക്കളെ, ഇത് മനസ്സുകൊണ്ട് പറയുകയാ. ഇതൊരു വോട്ടിന് വേണ്ടിയുള്ള തന്ത്രമല്ല, ഇതൊരു പ്രസ്ഥാനത്തെ വളർത്താനുള്ള തന്ത്രമല്ല, 4 ചെറുപ്പക്കാരെ കൂടെ കിട്ടുമോ എന്ന് നോക്കുന്ന തന്ത്രമല്ല. മലപ്പുറത്തിന്റെ ഇസ്സത്ത് നിലനിർത്തണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുന്നവനാ വിനീതനായ ഞാന്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജില്ലകളിൽ ഒന്നാ മലപ്പുറം ജില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജില്ലകളിൽ ഒന്നാ ഈ മലപ്പുറം ജില്ല. അതിന്റെ ഇസ്സത്ത് നിലനിർത്തണമെന്ന് ഈ ജില്ലയെ തകർക്കാൻ വേണ്ടി ആസൂത്രിതമായി സാമ്രാജ്യത്വ ശക്തികളും ഫാസിസ്റ്റ് ഏജന്റുമാരും ഈ ജില്ലയെ തകർക്കാൻ വേണ്ടി ഗൂഢമായ ആലോചനകളും തന്ത്രങ്ങളും ആവിഷ്കരിക്കുമ്പോൾ ഇവിടുത്തെ പ്രിയപ്പെട്ട മക്കള് പെലെ മുടിവെക്കുന്നത് പോലെ മുടിവെക്കരുതെന്ന് ആഗ്രഹിക്കുന്നവനാ ഞാന്. അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരം തുടങ്ങുന്നതിന്റെ തലേ ദിവസം മനോരമയുടെ ഫ്രണ്ട് പേജിൽ മലപ്പുറത്തെ ചെറുപ്പക്കാരന്റെ ഫോട്ടോ വരികയാ. അവൻ ഇഷ്ടപ്പെട്ട താരം മുടി മുറിച്ചിടിക്കുന്നത് പോലെ അവൻ മുടി മുറിക്കുന്നു. അവൻ ഇഷ്ടപ്പെട്ട താരം എങ്ങനെയാണോ മുടി വടിച്ചു കളഞ്ഞിട്ട് അല്പം മുടി വെക്കുന്നത് അതുപോലെ മുടി വെക്കുന്നു. അവൻ ഇഷ്ടപ്പെട്ട താരം എങ്ങനെയാണോ ഇറുങ്ങിയ ജീൻസും പാന്റും ഇടുന്നത്, ജീൻസും കോട്ടും ഇടുന്നത്, ഇടുങ്ങിയ ടീഷർട്ടും ജീൻസും ഇടുന്നത്, അതുപോലെ അവൻ വസ്ത്രം ധരിക്കുന്നു. ഇതൊക്കെ വല്ലാതെ ഹൃദയവേദന ഉണ്ടാകുന്ന കാര്യമാ. മമ്മൂട്ടി വെച്ചുകൊണ്ടൊരു സിനിമ ഇറക്കിയാൽ മതി, മലപ്പുറം ജില്ല കൊണ്ടത് വിജയിപ്പിച്ചെടുക്കാമെന്നുള്ള സിനിമാ സംവിധായകരുടെ കുതന്ത്രങ്ങൾ ഉണ്ടല്ലോ. മമ്മൂട്ടിയെ കൊണ്ട് 4 ഡയലോഗ് പറയിപ്പിച്ചാൽ എന്തിനാ പരുന്ത് റിലീസായത് പാതിരാത്രിയിലായപ്പോൾ വിശുദ്ധ റമദാന്റെ ഒരു രാത്രിയും ഹയാത്താക്കാത്ത ചെറുപ്പക്കാര് വിശുദ്ധ റമദാന്റെ രാത്രിയിൽ ഒരൊറ്റ 27 രാവിലെങ്കിലും വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടും ദിക്ർ ചൊല്ലിക്കൊണ്ടും പള്ളിയിലിരിക്കണമെന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ മടിക്കുന്ന ചെറുപ്പക്കാര് ജുമായിക്ക് ഖുതുബയ്ക്ക് മുമ്പ് പോയിട്ട് ഒരല്പം നേരത്തെ ജുമായിക്ക് പള്ളിയിൽ ഇരുന്നിട്ട് 10 സ്വലാത്ത് ചൊല്ലണമെന്ന് പറഞ്ഞാൽ സൂറത്തുൽ കഹ്ഫ് ഓതണമെന്ന് പറഞ്ഞാൽ ഖുതുബ ഓതി തീർന്നിട്ട് ഇമാമ് കൈകെട്ടുമ്പോൾ മാത്രം ഓടി വന്ന് കൂടെ കൈകെട്ടുന്ന ചെറുപ്പക്കാര്, പള്ളിയിൽ അരമണിക്കൂർ മുമ്പേ പോയി ഇരിക്കാൻ മനസ്സില്ലാത്ത ചെറുപ്പക്കാര്, ദീനിന്റെ മജ്‌ലിസിൽ ഒന്ന് രാത്രി ഒരു 2 മണിക്കൂർ ഇരിക്കാൻ മനസ്സില്ലാത്ത ചെറുപ്പക്കാര്, ആ ചെറുപ്പക്കാര് മലപ്പുറം ജില്ലയിലെ ചെറുപ്പക്കാര് കണ്ടതാ. ഞാൻ പൊന്നാനിയില് പരുന്ത് റിലീസ് ആകുന്ന ദിവസം പാതിരാത്രിയിൽ ഞാൻ പോകുമ്പോൾ പാതിരാത്രി റോഡ് മൊത്തം ബ്ലോക്കാണ് തിയേറ്ററുകളുടെ മുമ്പില്. എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ആണ്ട് നേർച്ചയാണോ എന്ന് ചോദിച്ചപ്പോ കൂടിയിരുന്ന മക്കൾ പറയുന്നല്ല, പരുന്ത് പാതിരാത്രിയിലാ റിലീസായത്, അതുകൊണ്ടാണെന്ന്. ഇങ്ങനെ സിനിമാ തിയേറ്ററുകാരൻ മമ്മൂട്ടിയെ കൊണ്ടൊരു 4 ഡയലോഗ്, ചൂടൻ ഡയലോഗ് പറയിപ്പിച്ചാൽ മലപ്പുറത്തിന്റെ മക്കളെ കൊണ്ട് ആ സിനിമ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇങ്ങനെ ഓരോരുത്തന്മാരുടെ കുതന്ത്രത്തിലകപ്പെടുന്ന മക്കളെ, ഇവിടുത്തെ ഏറ്റവും അധികം സമാധാനം തോന്നിയിരുന്നു തിരൂര് മദ്യം ഏറ്റവും അധികം വിറ്റ സ്ഥലമായ ആ റിക്കാർഡ് മാറി എന്ന് കേട്ടപ്പോൾ. പക്ഷേ 2010 ജനുവരി 1 തലേ രാത്രിയിൽ വീണ്ടും ആ പിശാച് മലപ്പുറത്തെ കീഴടക്കി മക്കളെ. കേരളത്തിലെ ഏറ്റവും അധികം മദ്യം വിറ്റ സ്ഥലങ്ങളിൽ പൊന്നാനി ഉൾപ്പെട്ടു മക്കളെ. പൊന്നാനി ഉൾപ്പെട്ടു സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പൊന്നാനി. ആരാ പൊന്നാനിയിലെ കള്ളു കുടിച്ച് തീർത്തത്? പുതുവർഷ പുലരിയുടെ തലേന്ന് കള്ളു കുടിച്ച് തീർത്തത് മൊത്തം അവിടുത്തെ ഹിന്ദുക്കളാണോ, അവിടുത്തെ ക്രിസ്ത്യാനികളാണോ? കേരളത്തിലെ ഏറ്റവും അധികം മദ്യം വിറ്റ സ്ഥലമായി പൊന്നാനി വീണ്ടും മാറിയത് എന്തുകൊണ്ടാ മക്കളെ? എന്തുകൊണ്ടാ മലപ്പുറത്തിന്റെ പ്രിയപ്പെട്ട മക്കൾ ഇങ്ങനെ പലിശയ്ക്ക് അടിമപ്പെട്ടു പോകുന്നത്? എന്തുകൊണ്ടാ സിനിമയ്ക്ക് അടിമപ്പെട്ടു പോകുന്നത്? എന്തുകൊണ്ടാ വൃത്തികെട്ട പ്രവർത്തനങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നത്? എന്തുകൊണ്ടാ മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം ഏറ്റവും മോശമായി ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാ മൊബൈൽ ഫോണിന്റെ മെമ്മറി കാർഡിൽ സെക്സി ഗേളുകളുടെ ഫോട്ടോകൾ ചേർത്തുകൊണ്ട് രാത്രിയും പകലും മൊബൈൽ ഫോണിനകത്ത് സെക്സ് ചിത്രങ്ങൾ കണ്ടുകൊണ്ട് മലപ്പുറത്തെ ചെറുപ്പക്കാരിരിക്കുന്നത് എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ മലപ്പുറത്തിന്റെ പൊന്നോമന മക്കൾ ഇങ്ങനെ നശിച്ചു പോകുന്നത്? എന്തുകൊണ്ടാ ഇങ്ങനെ പലിശ ഒരു യാതൊരു മടിയുമില്ലാതെ പലിശ തിന്നുന്നത്? പലിശ തിന്നുന്നവൻ, പലിശ കൊടുക്കുന്നവൻ, പലിശയുടെ കണക്കെഴുതുന്നവൻ, പലിശയ്ക്ക് സാക്ഷി നിൽക്കുന്നവൻ, കൊല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണെന്ന് പഠിപ്പിച്ചത് മഅ്ദനിയല്ലല്ലോ മക്കളെ. ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാൻ വേണ്ടി നാവ് വളച്ചിട്ടില്ലാത്ത വിശ്വഗുരു
അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലേ, പലിശ തിന്നുന്നവനും പലിശ കൊടുക്കുന്നവനും നരകത്തിലാണെന്ന്. ലഅനല്ലാഹു ആകില റിബാ വമുകിലഹു വകാതിബഹു വശാഹിദഹു. അല്ലാഹു തആല പലിശ തിന്നുന്നവനെയും പലിശ കൊടുക്കുന്നവനെയും പലിശയുടെ കണക്കെഴുതുന്നവനെയും പലിശയ്ക്ക് സാക്ഷി നിൽക്കുന്നവനെയും ശപിച്ചിരിക്കുന്നു എന്ന് മഹാനായ മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലേ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ലാ തഅകുലു റിബാ ദഅഫൻ മുദാഅഫ, പലിശ നിങ്ങൾ തിന്നല്ലേ എന്ന് പറഞ്ഞിട്ട് വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ, വിജയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അല്ലാഹുവിനെ ഭയപ്പെട്ട് പലിശയിൽ നിന്ന് നിങ്ങൾ മാറിക്കൊള്ളുക. വത്തഖുൻ നാറല്ലതി ഉഇദ്ദത് ലിൽ കാഫിരീൻ, പലിശ തിന്നുന്നവനെ പറ്റി പറഞ്ഞിട്ട് പറയുന്നു അല്ലാഹുവിനെ നിഷേധിക്കുന്ന, അന്ത്യദിനത്തെ നിഷേധിക്കുന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിഷേധിക്കുന്ന അവിശ്വാസി പോകുന്ന നരകത്തെ നീ സൂക്ഷിച്ചു കൊള്ളുക എന്ന് പലിശ തിന്നുന്നവനോട് അല്ലാഹു പറയുന്നു. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, എന്തുകൊണ്ടാ? അല്ലാഹുവിന്റെ ഹബീബിന്റെ വാചകമുണ്ടല്ലോ, പലിശയ്ക്ക് 70 പാപമുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനില് അല്ലാഹു 2 ഇടത്ത് മാത്രമാണ് അല്ലാഹും അവന്റെ റസൂലും യുദ്ധപ്രഖ്യാപനം നടത്തുന്നു എന്ന് പറഞ്ഞത്. അല്ലാഹുവിനോട് റസൂലിനോടും യുദ്ധത്തിന് തയ്യാറായി കൊള്ളുക എന്ന് പറഞ്ഞത് ഒന്ന് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ പറ്റി പറഞ്ഞപ്പോഴാണ്, മറ്റൊന്ന് പലിശയോട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോഴാണ്. പലിശയിൽ നിന്ന് ഇനിയും പിന്മാറാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അല്ലാഹുവിനോടും റസൂലിനോടും യുദ്ധത്തിന് തയ്യാറായി കൊള്ളുക. യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ അല്ലാഹു നിഷിദ്ധമാക്കിയ പലിശ മഹാനായ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലിശയ്ക്ക് 70 പാപമുണ്ട്. ആ 70ാമത്തെ പാപം സ്വന്തം മാതാവിനോട് വ്യഭിചരിക്കുന്നതിനേക്കാളും കഠിനമാണെന്ന് മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ഉമ്മായുമായി വ്യഭിചരിക്കുന്ന മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ഉമ്മായുമായി വ്യഭിചരിക്കുന്നതിനേക്കാളും ഭീകരമായ തെറ്റാണ് പലിശ എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാ മക്കളെ പലിശ എടുക്കുന്നത്? എന്തുകൊണ്ടാ പലിശ കൊടുക്കുന്നത്? എന്തുകൊണ്ടാ ലോണിൽ പോയി കുടുങ്ങുന്നത്? എന്തുകൊണ്ടാ ഹയർ പർച്ചേസിൽ പോയി കുടുങ്ങുന്നത്? എന്തുകൊണ്ടാ പലിശ ഇടപാടുകളിൽ പോയി കുടുങ്ങുന്നത്? എന്റെ പ്രിയപ്പെട്ട പൊന്നോമന മക്കളെ, പലിശയിൽ നിന്ന് അകന്ന് നിൽക്കാൻ തയ്യാറാകണം. പലിശ കൊണ്ട് തിന്നുന്ന ഉണ്ടാക്കുന്ന ഭക്ഷണം നീ ചെയ്യുന്ന എനിക്കറിയാം. എന്റെ പൊന്നോമന മകൻ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. ഏതാനും മാസം മുമ്പ് വിശുദ്ധ റമദാനിൽ എന്റെ പ്രസംഗം കേട്ടതാ. വിശുദ്ധ റമദാനിൽ ഞാൻ 2 ദിവസം പ്രസംഗിച്ച സ്ഥലം എവിടാ? താരുമേ സ്ഥലപ്പേര് പറ. തക്കാടിനപ്പുറം മമ്പറം അല്ലേ? മമ്പറം എന്ന സ്ഥലത്ത് 2 ദിവസത്തെ വാളുണ്ടായിരുന്നു. പലരും ഇവിടുന്ന് വന്നവരുണ്ട് കേൾക്കാൻ. അൽഹംദുലില്ലാ, ഒരുപാട് അനുഭവങ്ങൾ പറയാനുള്ള കൂട്ടത്തിൽ പറയാണ്. എത്രയോ അനുഭവങ്ങൾ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അത്ഭുതകരമായ ഒരുപാട് അനുഭവങ്ങൾ ഈ വേദികൾ വഴി ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് ചെറുപ്പക്കാര് പലിശയിൽ നിന്ന് അകലുന്നുണ്ട്, തെറ്റിൽ നിന്ന് അകലുന്നുണ്ട്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ 10,000-കണക്കിന് സ്വലാത്ത് ചൊല്ലുന്ന ചെറുപ്പക്കാരുണ്ട്. ആ സ്വലാത്തുകളിലൂടെ അത്ഭുതം സൃഷ്ടിക്കുന്ന പൊന്നോമന മക്കളുണ്ട്. അതൊക്കെ അല്ലാഹു തആല ഈ പാതിരാത്രി കൊണ്ട് നൽകുന്ന അനുഗ്രഹമാണ്. ജീവിതത്തിൽ ഏറ്റവും സന്തോഷവും സംതൃപ്തിയും നൽകുന്ന മുഹൂർത്തങ്ങളാ. എത്ര സുഖമില്ലെങ്കിലും, എത്ര പ്രസംഗിക്കരുതെന്ന് ഡോക്ടർമാർ പറഞ്ഞാലും, ഒരുപക്ഷെ ഞാൻ എന്റെ മറ്റെല്ലാ പരിപാടികളും ഒഴിവാക്കിയാലും എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വവും മഹാത്മ്യവും പറയുന്ന, അവിടുന്ന് പഠിപ്പിച്ച അധ്യാപനങ്ങൾ പകരുന്ന ഈ വേദികൾ എനിക്ക് ഒഴിവാക്കാൻ കഴിയാത്തത് കൊണ്ടായ എല്ലാ അസ്വസ്ഥതയോടൊപ്പവും ഞാൻ ഈ രാത്രികളെ ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അള്ളാഹുവിന്റെ കൃപ കൊണ്ട് ഇപ്പൊ അടുത്ത സമയത്ത് 2 ദിവസം ഇവിടെ എന്റെ CD വിൽക്കപ്പെടുന്നുണ്ട്. 2 ദിവസത്തെ പ്രസംഗം ഉണ്ടായിരുന്നു പെരുമ്പാവൂർ. ഇപ്പൊ അടുത്ത് 5000 സ്ത്രീകൾ മാത്രം പങ്കെടുത്ത പരിപാടിയാ. നിങ്ങൾക്ക് ആ CD കാണുമ്പോൾ അറിയാം. 5000 സ്ത്രീകൾ, അതായത് സ്ത്രീകൾ ഇങ്ങനെ 5000 കസേര ഇട്ടിട്ട് ഒരു വലിയ ഗ്രൗണ്ട്, ഇതിന്റെ ഒരു 10 ഇരട്ടിയുള്ള ഗ്രൗണ്ട്, 4 LCD വെച്ചിരുന്നത് പരിപാടിക്ക്. 10 ഇരട്ടി ഇതിന്റെ ഉള്ള വലിയ ഗ്രൗണ്ട്. ആ അറ്റത്ത് ജനം ഒരു പൊട്ടുപോലെ എനിക്ക് കാണുന്നത്. ആ അവസ്ഥയിൽ അൽഹംദുലില്ലാ സ്ത്രീകൾക്ക് മാത്രം ഒരു സൈഡിൽ 5000 കസേര ഇട്ടിട്ട് പെണ്ണുങ്ങൾ നിൽക്കുമായിരുന്നു, തികയാതെ, കസേര തികയാതെ. അവിടെ അൻവാർ ശരിയുടെ ബ്രാഞ്ചായിട്ട് അൽ ഫുർഖാൻ എന്ന പേരിൽ ഒരു സ്ഥാപനം ആരംഭിച്ചു. അൽ ഫുർഖാൻ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ സെന്റർ. കേരളത്തിൽ ഒരുപക്ഷെ അങ്ങനെ ഒരു സ്ഥാപനം അത് തന്നെ കാണുള്ളൂ. ഒരു വാടക കെട്ടിടത്തിലാണ് തുടങ്ങിയത്. പക്ഷെ അൽഹംദുലില്ലാ അവിടെ ഹിഫ്ദ് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. കുറെ കുഞ്ഞുങ്ങൾ അവിടെ ഹിഫ്ദിന് പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ, അവര് ഇന്ത്യയിൽ വേറെ ഒരിടത്തും ഇല്ലാത്തവണ്ണം, വേറെ എവിടെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഹിഫ്ദ് അവർ ഒരു പേജ് പഠിച്ചാൽ, വിശുദ്ധ ഖുർആൻ ഹിഫ്ദ് ചെയ്താൽ, ആ ഹിഫ്ദ് ചെയ്യുന്നതിന്റെ അതിനകത്തുള്ള
ആദ്യം ആ പഠിച്ച പേജിലുള്ള ഒരു സംക്ഷിപ്ത രൂപം എന്താണ് അതിനകത്ത് ഖുർആനിൽ പറയുന്നതെന്ന് അവർ മനസ്സിലാക്കിയിട്ടാണ് അത് അവർ കാണാതെ പഠിക്കുക. അതിനകത്തുള്ള എല്ലാ നൗണുകളും വെർബുകളും, ഒരു പേജിലുള്ള എല്ലാ ഇസ്മുകളും ഫേലുകളും, അത് പ്രത്യേകമായി കുട്ടികൾ ആ ഒരു പേജിലുള്ള ഖുർആനകത്തുള്ള ഇസ്മുകളും ഫേലുകളും പ്രത്യേകം പഠിക്കുക, അതിന്റെ അർത്ഥം പഠിക്കുക, എന്നിട്ട് അതിന്റെ ഇംഗ്ലീഷ് അർത്ഥം പഠിക്കുക. ഇങ്ങനെ വളരെ നല്ല നിലയിൽ ഒരു സിസ്റ്റം, ഒരു സിലബസ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് പെരുമ്പാവൂരിനടുത്ത് ചെറുവേലിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് അൽ ഫുർഖാൻ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷണൽ സെന്റർ എന്നൊരു സ്ഥാപനം, അവിടെ ഒരു സെഷൻ എന്താന്ന് വെച്ചാൽ വളരെ വിപുലമാക്കാൻ ഉദ്ദേശിക്കുന്ന ഇപ്പൊ ചെറിയ തോതിലുള്ള ഒരു സെഷൻ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ സഹോദരങ്ങൾക്ക് ഖുർആനെ കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ വന്നിട്ട് പഠിക്കാം. അവർക്ക് അവിടെ വന്നിട്ട് വിശുദ്ധ ഖുർആനെ പറ്റി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, ഖുർആനോട് ബന്ധപ്പെട്ട് ഖുർആൻ എന്താണ്, ഖുർആന്റെ മഹാത്മ്യം എന്താണ്, ഖുർആനിൽ എന്താ പറയുന്നത്, ഖുർആൻ അവതരിച്ചത് മുതലുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ വിശദമായിട്ട് അവർക്കും പഠിക്കാനുള്ള ഒരു അവസരം. ഇത് നമ്മള് PDPയുടെ ഒരു ഉപസ്ഥാപനമായിട്ടൊന്നും തുടങ്ങിയല്ല. പരിപാടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് തന്നെ ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവായ സയ്യിദ് ലുക്മാൻ തങ്ങളാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അതിൽ ദുആ ചെയ്തത് ബഹുമാന്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, അദ്ദേഹത്തിന്റെ സംഘടനയുടെ മുഷാവറ അംഗമായ പാനായിക്കുള ഇബ്രാഹിം മുസ്ലിയാർ എന്ന അഭിവന്ദ്യനായ സാത്വികനായ പണ്ഡിതനാണ് ദുആ ചെയ്തത്.